KV അനിലിൻ്റെ ക്രൈം ത്രില്ലർ മഹാപ്രഭു. ബസ് ഒരു ഹെയർപിൻ വളവ് തിരിഞ്ഞ കുലുക്കത്തിൽ ജ്യോതിക ഞെട്ടിയുണർന്നു. ബസ്സിനുള്ളിൽ നിറയെ ഇരുട്ടാണ്. 2 ചെറിയ വട്ടവിളക്കുകൾ റൂഫിൽ മങ്ങിക്കത്തുന്നുണ്ട്. പക്ഷേ നാരങ്ങ നിറമുള്ള ആ വെട്ടത്തിന് തെളിച്ചം പോരാ. ജ്യോതിക തലതിരിച്ച് അച്ഛനെ ഒന്ന് നോക്കി. മുൻസീറ്റിൻ്റെ കമ്പിയിലേക്ക് നെറ്റി അമർത്തിവെച്ച് നല്ല ഉറക്കത്തിലാണ്. ജ്യോതിക പതിയെ ഒന്ന് തലതിരിച്ചു. ബസ്സിനുള്ളിൽ ഏതാണ്ട് എല്ലാ ആളുകളും ഉറക്കത്തിലാണ്. തിരുമംഗലത്തേക്ക് ഇനി എത്ര ദൂരം ഉണ്ടാകും? പെട്ടെന്ന് വൈബ്രേറ്റർ മോഡിൽ കിടക്കുന്ന ഫോൺ ഇരുമ്പുന്ന ശബ്ദം കേട്ടു. ജ്യോതിക ഫോൺ എടുത്തു. ഊഹം തെറ്റിയില്ല, നീരജയാണ്. ആദ്യയോടെയാണ് ഫോൺ കാതോട് ചേർത്തത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? ഹലോ പൊന്നേച്ചി, അങ്ങ് ചെന്നോ? ജോലി കിട്ടിയോ? നീരജയുടെ ഒറ്റ ശ്വാസത്തിലുള്ള ചോദ്യം കേട്ട് ജ്യോതികയ്ക്ക് ചിരി വന്നുപോയി. എൻ്റെ പെണ്ണെ, ഞങ്ങളിവിടെ ബസ്സിലിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം എവിടെ എത്താറായി ചേച്ചി? അങ്ങ് എത്താറായോ? ഇപ്പം സ്ഥലം ഏതാണെന്നറിയാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കാനായി ജ്യോതിക വിൻഡോ ഷട്ടർ അല്പം ഉയർത്തി. കാത്തുനിന്ന കാറ്റിനൊപ്പം വലിയ മഴത്തുള്ളികളും ബസ്സിനകത്തേക്ക് പാഞ്ഞു കയറി വന്നു. യാരിത്? പുറംപോക്കേ. ബസ്സിനുള്ളിൽ മദ്യത്തിൻ്റെ പുളിച്ച മണത്തിനൊപ്പം ഒരു കുഴഞ്ഞ തെറി മുഴങ്ങി. മഴവെള്ളം മുഖത്ത് വീണ ആരുടെയോ വകയാണ്. ജ്യോതിക പേടിച്ച് ഷട്ടർ താഴത്തേക്ക് ഇട്ട് കളഞ്ഞു. എവിടെയെന്ന് അറിയത്തില്ലടി. തെങ്കാശി കഴിഞ്ഞിരുന്നു. 1 മണിക്കൂറിനകം തിരുമംഗലം ചെല്ലുമെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. കോവിൽ രാജ മുതലാളി അവിടെ തന്നെയാവുമോ ചേച്ചിക്ക് ജോലി തരിക? അതോ അച്ഛനോട് പറഞ്ഞതുപോലെ തിരുപ്പൂരിൽ മാനേജറായിട്ട് വയ്ക്കുമോ? എൻ്റെ പൊന്നു നീരു, നിന്നെ പോലെ കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ എനിക്ക്. ഈ മുതലാളിയെ പറ്റിയോ മുതലാളിയുടെ ജോലി ഓഫറിനെ പറ്റിയോ ഒക്കെ നീ അമ്മയ്ക്ക് കൊടുത്തേ. നീരജ ഫോൺ അമ്മയ്ക്ക് കൈമാറുന്നത് ജ്യോതിക അറിഞ്ഞു. പൊന്നുണ്ണി. മറുവശത്ത് നിന്ന് അമ്മയുടെ സ്നേഹം തുളുമ്പുന്ന വിളി കേട്ടു. അമ്മയ്ക്ക് ജ്യോതിക പൊന്നുണ്ണിമോളാണ്. ഇളയവളായ നീരജ കുഞ്ഞുണ്ണിമോളും. അച്ഛനെന്തിയെ പൊന്നുണ്ണി? മറുവശത്ത് നിന്ന് അമ്മയുടെ ചോദ്യം കേട്ടു. ദേ കുംഭാർണ സേവ. ജ്യോതിക ചിരിച്ചു. എൻ്റെ അമ്മേ, അമ്മയ്ക്ക് അറിഞ്ഞൂടെ അച്ഛൻ്റെ കാര്യം? എവിടെയെങ്കിലും ഇത്തിരി ഇടം കിട്ടിയാൽ പോരെ, അപ്പം തുടങ്ങും ngൂറും. മോളെ എടി. അമ്മയുടെ സ്വരത്തിലെ മാറ്റം ജ്യോതിക തിരിച്ചറിഞ്ഞു. എന്തോ? ഭയത്തിൻ്റെ ഇരമ്പം ജ്യോതിയുടെ ഉള്ളിലുണ്ടായി. ആ നടേശം വന്നായിരുന്നു മോളെ, നിങ്ങൾ പോയ പുറകെ. ജ്യോതികയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. എന്നിട്ട്? നാട്ടുകാർ കാണുക ഒത്തിരി ചീത്ത പറഞ്ഞു. 2 ദിവസം കൂടി അവൻ ക്ഷമിക്കും. അതിനകം പലിശയും പിഴപ്പലിശയും ചേർത്ത് കാശ് കൊടുത്തില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കുമെന്ന്. കാശില്ലെങ്കിൽ നിങ്ങൾ 2 പെമ്പിള്ളേരെ അങ്ങ് കൊടുക്കാൻ നല്ല വിലയിട്ട് അവൻ എടുത്തോളാമെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുമോ അവൻ. അമ്മ വിങ്ങിപ്പൊട്ടുന്നത് ജ്യോതിക കേട്ടു. അമ്മ കരയാതെ. ജ്യോതികയുടെ സ്വരം നേർത്തു. നമ്മുടെ കഷ്ടപ്പാട് എല്ലാം തീരാനുള്ള യാത്രയല്ലേ ഇത്. നാളെ കാശുമായിട്ടേ അച്ഛൻ വരൂ. പിന്നെ അമ്മ ഇതൊന്നും അച്ഛനോട് പറയണ്ട കേട്ടോ. ഒന്നാമതേ അച്ഛന് ടെൻഷനാണ്. അതിൻ്റെ കൂടെ അമ്മ ഫോൺ വെച്ചോ. വെറുതെ ഉള്ള കാശ് തീർക്കണ്ട. അങ്ങ് എത്തിയിട്ട് ഞാൻ വിളിക്കാം. ജ്യോതിക ഫോൺ വെച്ചു. മനസ്സ് കലുഷിതമായി കഴിഞ്ഞിരുന്നു. കുട്ടനാട്ടിലെ കോലത്ത് കടവിലാണ് ജ്യോതികയുടെ വീട്. കോലത്ത് കടവിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കായൽക്കരയിലൂടെ 5 മിനിറ്റ് നേരത്തെ നടത്തം. വഴിയിൽ 3 ചെറിയ തടിപ്പാലങ്ങൾ. കായലിനോട് ചേർന്നാണ് വീട്. അച്ഛൻ പാലങ്കര വീട്ടിൽ കുമാരൻകുട്ടി ഹൗസ് ബോട്ട് ഡ്രൈവറാണ്. അമ്മ ശാരദാമണി ഒരു അനുജത്തി മാത്രം. +2 പഠിക്കുന്ന നീരജ. ഡിഗ്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചതാണ് ജ്യോതിക. കാറും ബോട്ടും ഒക്കെ ഓടിക്കാനും കുമാരൻകുട്ടി മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജ്യോതികയുടെയും നീരജയുടെയും അത്രയും സൗന്ദര്യമുള്ള പെൺകുട്ടികൾ കുട്ടനാട്ടിലില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്ന ഒരു വാചകമുണ്ട്. കുമാരേട്ടന് എന്തിനാ സമ്പാദ്യം? ദേവതമാർ തോറ്റു പോകുന്ന പോലത്തെ 2 പെൺകുട്ടികളല്ലേ. 10 കാശ് വാങ്ങാതെ കൊത്തി കൊണ്ടുപോകാൻ രാജകുമാരന്മാർ വരും. ഗതികേടുകൾക്കിടയിലും കുമാരൻകുട്ടിക്ക് അത് കേൾക്കുന്നത് അഭിമാനമാണ്. 1 വർഷം മുമ്പാണ് ശാരദമണി മുറ്റത്ത് തലചുറ്റി വീണത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ അറിഞ്ഞു ഹൃദയവാൽവുകൾക്ക് ബ്ലോക്ക്. സർജറി ഉടൻ വേണം. 2 ലക്ഷം രൂപ ഉണ്ടാക്കിയേ പറ്റൂ. കരുണയില്ലാത്ത ലോകവും കടം തരാത്ത ബാങ്കുകാരും കണ്ണടച്ചു നിന്നപ്പോൾ ഏതൊരു പാവപ്പെട്ടവനും ചെയ്യുന്നത് പോലെ ഒരു ബ്ലേഡുകാരൻ്റെ മുമ്പിൽ കുമാരൻകുട്ടിയും കൈനീട്ടി. ആയിരപ്പറ ഗോവിന്ദൻ നടേശൻ എന്ന നടേശൻ മുതലാളിയുടെ മുമ്പിൽ. നടേശൻ മുതലാളിയുടെ കുമാരൻകുട്ടി 2 ലക്ഷം രൂപ കടം വാങ്ങി. അതിപ്പോൾ പലിശ പെരുകി നടേശൻ്റെ കണക്കുപ്രകാരം 4.5 ലക്ഷം രൂപയായി. 2.5 ലക്ഷം രൂപയോളം ഇതിനകം കുമാരൻകുട്ടി കൊടുത്തു തീർത്തുമാണ്. പക്ഷേ നടേശന് 4.5 ലക്ഷം കിട്ടിയേ തീരൂ. ഒരു നിമിഷം പോലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. കുടുംബത്തോടെ ആത്മഹത്യ ചെയ്താലോ എന്ന് കുമാരൻകുട്ടി ആലോചിക്കുമ്പോഴാണ് ദൈവത്തെ പോലെ ഒരാളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞത്. തിരുമംഗലത്തെ പെരിയോർ രാജ എന്ന കോവിൽ രാജ. 20 വർഷം മുമ്പ് കുമാരൻകുട്ടി അയാളുടെ സ്പിരിറ്റ് ലോറികളുടെ ഡ്രൈവറായിരുന്നു. ജീവൻ പണയപ്പെടുത്തി ലക്ഷങ്ങളാണ് പെരിയോർ രാജ എന്ന മുതലാളിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. പെരിയോർ രാജ എന്ന കോവിൽ രാജ ഇപ്പോൾ തമിഴ്നാട്ടിലെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്.
സ്പിരിറ്റ് സാമ്രാജ്യത്തിൻ്റെ തലവൻ. 1000-ലേറെ ടാങ്കർ ലോറികൾ സ്വന്തമായി ഉള്ള ആൾ. 60-നടുത്ത് പ്രായമുള്ള കോവിൽ രാജയ്ക്ക് കണക്കുപ്രകാരം 600 കോടിയുടെ ആസ്തി. 1000 കോടിയിൽ അധികമാണ് ആസ്തിയെന്ന് അധികാരികൾ തന്നെ അടക്കം പറയും. നാട്ടിലെങ്ങും അമ്പലങ്ങൾ പണിയുന്നതാണ് രാജയുടെ വിനോദം. അവിടെ അന്നദാനവും. അങ്ങനെ വീണ പേരാണ് കോവിൽ രാജ. രണ്ടും കൽപ്പിച്ച് കുമാരൻകുട്ടി പഴയ മുതലാളിയെ വിളിച്ചു. തൻ്റെ അവസ്ഥ പറഞ്ഞു. സാഹചര്യങ്ങൾ വിശദീകരിച്ചു. 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ജ്യോതികയ്ക്ക് ഒരു ജോലി, നടേശൻ്റെ ബാധ്യത തീർക്കാൻ കുറച്ച് പണം. രണ്ടും കോവിൽ രാജ സമ്മതിച്ചു. തിരുപ്പൂരിലെ തൻ്റെ തുണിമില്ലുകളുടെ മാനേജർ പോസ്റ്റിൽ ജ്യോതികയെ നിയമിക്കാമെന്ന് പറഞ്ഞു. മാസം 25,000 രൂപ ശമ്പളം. ഭക്ഷണവും താമസവും സൗജന്യം. 5 ലക്ഷം രൂപ ശമ്പളം അഡ്വാൻസ് തരും. അത് മാസം 10,000 രൂപ വീതം ശമ്പളത്തിൽ നിന്ന് തിരിച്ചു പിടിക്കും. അങ്ങനെയാണ് കോലത്ത് കടവിലെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ജ്യോതികയെയും കൂട്ടി കുമാരൻകുട്ടി തിരുമംഗലത്തിന് പുറപ്പെട്ടത്. ആരാ മോളെ, അമ്മയായിരുന്നോ? കുമാരൻകുട്ടി പതിയെ തലയുയർത്തി മകളെ നോക്കി. ജ്യോതിക ഞെട്ടിപ്പോയി. അച്ഛൻ ഉറങ്ങുകയല്ലായിരുന്നോ? നടേശൻ വന്ന് ചീത്ത വിളിച്ചല്ലേ? കുമാരൻകുട്ടി ജ്യോതികയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഏയ്, അങ്ങനെയൊന്നും. ജ്യോതിക വിളറിച്ചിരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അറിഞ്ഞുകൂടായോ അവനെ? കുമാരൻകുട്ടി ഒന്ന് നിവർന്നിരുന്നു. 4 കൊല്ലം മുമ്പ് അവൻ വെറും യമഹ നടേശനാ. സ്വന്തമായി ഒരു യമഹ വള്ളം മാത്രമുള്ള നടേശൻ. 4 കൊല്ലം കൊണ്ട് അവൻ സ്വന്തമാക്കിയത് 4 ഹൗസ് ബോട്ട്, 4-5 ടെമ്പോ ട്രാവലറുകൾ വേറെ. പണം പലിശയ്ക്ക് കൊടുത്തും പുറത്തു പറയാൻ കൊള്ളാത്ത ഒരുപാട് വൃത്തികേടുകൾ ചെയ്തുമാ അവൻ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്. അവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് എനിക്ക് പറ്റിയ അബദ്ധം. പ്രായം തികഞ്ഞ 2 പെങ്കൊച്ചുങ്ങളുള്ള ഞാൻ അത് ചെയ്യരുതായിരുന്നു. അച്ഛൻ ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് ആദ്യ കയറ്റി ഷുഗർ കൂട്ടണ്ട. എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവല്ലേ? ജ്യോതിക കുമാരൻകുട്ടിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. എന്നിട്ട് ഒന്നുകൂടി ഉറപ്പിക്കാനെന്നാണ് ചോദിച്ചു. കോവിൽ രാജ മുതലാളി പറഞ്ഞ കാശ് തരുമല്ലോ അല്ലേ അച്ഛാ? തരാതെ പിന്നെ. കുമാരൻകുട്ടി ചിരിച്ചു. എത്ര ലക്ഷം രൂപയുടെ സ്പിരിറ്റാണടി അച്ഛൻ രാജ അയ്യർക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്? അതിനിടയിൽ എത്ര തവണ പോലീസ് പിടിച്ചു? അവർ കൊല്ലാക്കൊല ചെയ്തിട്ടും ഞാൻ മുതലാളിയുടെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ സ്നേഹമാ മുതലാളിക്ക് എന്നോട്. 21 കൊല്ലം മുമ്പ് നിൻ്റെ അമ്മയെയും കൂട്ടി ഞാൻ മധുര വിടുമ്പോൾ പോവരുതെന്ന് ആവുന്നത് പറഞ്ഞതാ. പക്ഷേ ഞാൻ അവിടെ തുടരുന്നത് ശാരദയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. കുമാരൻകുട്ടി പറഞ്ഞു തീർന്നതും പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു. ജ്യോതിക കിടുങ്ങിപ്പോയി. വണ്ടി ഇടം വലം ഒന്ന് പുളഞ്ഞു. ജ്യോതികയുടെ തലയുടെ വശം ഷട്ടറിലടിച്ച് നൊന്തു. മോളെ. കുമാരൻകുട്ടി കൈയെത്തിച്ച് ജ്യോതികയെ ചേർത്ത് പിടിച്ചു. അടുത്ത നിമിഷം ബസ് ശക്തിയായി ഒന്ന് ഉലഞ്ഞു നിന്നു. ചില്ലുകൾ ചിതറി ബസ്സിനകത്തേക്ക് വീണു. എന്നത് എന്നാച്ച്? അയ്യാ കടവുളേ. ബസ്സിനുള്ളിൽ നിന്ന് കൂട്ടനിലവിളി മുഴങ്ങി. ആളുകൾ പുറത്തേക്ക് തിക്കിത്തിരക്കി ഇറങ്ങി. ബാഗും വലിച്ചെടുത്ത് ഒരു കൈകൊണ്ട് ജ്യോതികയെ ചേർത്ത് പിടിച്ച് കുമാരൻകുട്ടിയും പുറത്തെ മഴയിലേക്ക് ഇറങ്ങി. റോഡരികിലെ പുളിമരത്തിൽ ഇടിച്ചു ചെരിഞ്ഞ് നിൽക്കുകയാണ് ബസ്. മുൻവശത്തെ ടയർ പൊട്ടി പാളി വന്ന് ഇടിച്ചതാണ്. ബസ്സിൻ്റെ റേഡിയേറ്റർ പൊട്ടിയിട്ടുമുണ്ട്. പുകയും തിളച്ച വെള്ളവും മത്സരിച്ച് പുറത്തേക്ക് ചാടുന്നു. ഡ്രൈവറും കണ്ടക്ടറും ബസ്സിൻ്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. 30ഓളം വരുന്ന യാത്രക്കാർ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ പുളിമരത്തിൻ്റെ തലപ്പ് ഒരു കുടയാക്കി അതിന് ചുവട്ടിലേക്ക് മാറി നിന്നു. ഇത് ഏതാ സ്ഥലം? തലയിലെ കുട്ട നിറയെ ചോളത്തണ്ടുമായി നിന്നിരുന്ന ഒരാളോട് കുമാരൻകുട്ടി ചോദിച്ചു. ഇത് വന്ന് തിരുമംഗലം ഫോറസ്റ്റ് സാർ. ഡ്രൈവർ അയ്യാ, ടയർ മാറ്റിയിട്ടാൽ പോക മുടിയാതാ. തലമുണ്ടനം ചെയ്ത ഒരു തമിഴൻ പതിയെ കണ്ടക്ടറുടെ അടുത്തേക്ക് ചെന്നു. ഏയ്യാ, ഉനക്ക് പൈത്യമാ? ചുവന്ന കണ്ണുകളും കൊമ്പം മീശയുമുള്ള കറുത്തു തടിച്ച ഡ്രൈവർ അയാൾക്ക് നേരെ തട്ടിക്കയറി. വണ്ടിയുടെ റേഡിയേറ്റർ വെടിച്ചു പോയത് നീ പത്തതേയില്ല. ഇന്ത വണ്ടി പോക മുടിയാത്. ഒവ്വൊരു ആൾ കിട്ടുന്ന വണ്ടി പിടിച്ച് ടൗണിലേറ്. പറയുന്നതിനിടെ പലതവണ ജ്യോതികയുടെ മുഖത്ത് ഡ്രൈവറുടെ കണ്ണുകൾ പാളി വീണുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ അയാളുടെ കണ്ണുകൾ അവളുടെ തുടുത്ത ചുണ്ടുകളിലും നീണ്ട കഴുത്തിലും തുളുമ്പി നിൽക്കുന്ന മാറിടങ്ങൾക്കും മീതെയും തറച്ചു നിന്നു. ഇതുപോലൊരു സുന്ദരിയെ അയാൾ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. ജ്യോതികയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ചുരിദാറിൻ്റെ ഷാളെടുത്ത് അവൾ ഒന്നുകൂടി പുതച്ചു. പിന്നെ അല്പം കൂടി പിന്നിലേക്ക് വലിഞ്ഞു നിന്നു. മഴ തോർന്നിരുന്നു. നേരത്തെ ചാറ്റിൽ മാത്രമായി. പക്ഷേ വരാനിരിക്കുന്ന ഒരു വലിയ മഴയ്ക്ക് മുന്നോടിയായി കാർമേഘം ആകാശത്ത് പരന്നു നിറയുന്നുണ്ട്. ഇടയ്ക്ക് തെങ്കാശിയിൽ നിന്നുള്ള 2 കരിമ്പു ലോറികൾ വന്നു. കുറച്ചു പേർ അതിൽ ഞാന്നു കയറിപ്പോയി. ചിലർ ബൈക്കുകളിൽ കയറിയും നടന്നും പോയി. ഒടുവിൽ കുമാരൻകുട്ടിയും ജ്യോതികയും ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും മാത്രമായി. നമ്മൾ കുടുങ്ങിയല്ലോ മോളെ. കുമാരൻകുട്ടി ജ്യോതികയെ നോക്കി. ഭയം ഒരു തണുത്ത കാറ്റായി ജ്യോതികയുടെ കരളിനെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. ഡ്രൈവർ ഇടയ്ക്കിടെ ജ്യോതികയെ നോക്കി സൗഹൃദഭാവത്തിൽ ചിരിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. ദൂരെ നിന്ന് മഴയുടെ ഇരമ്പൽ കേട്ടു തുടങ്ങി. അയ്യാ. ബസ് ഡ്രൈവർ കുമാരൻകുട്ടിയെ നോക്കി. വാങ്കയ്യാ, വന്ന് വണ്ടിക്കുള്ള ഉക്കാറ്. പെരിയ മഴ വരെ പോകരുത്. അയാൾ ജ്യോതികയെ അടിമുടി ഒന്ന് നോക്കി. പിന്നെ മീശ ഒന്ന് തടവി. പാവം പെണ്ണ്, മഴ നനഞ്ഞാൽ കാച്ചിൽ വന്നിരും. ഉള്ളേ ഉക്കാറയ്യാ. വേണ്ട. അച്ഛൻ എന്തെങ്കിലും പറയും മുമ്പേ ജ്യോതികയെ ചാടിക്കയറി പറഞ്ഞു. ബസ്സിനുള്ളിലെ ഇരുട്ടും ഡ്രൈവറുടെ വെറിപിടിച്ച ചുവന്ന കണ്ണുകളും അവളെ അത്രയേറെ ഭയപ്പെടുത്തിയിരുന്നു. എന്നയ്യാ ഇത്? ഡ്രൈവർ വന്ന സ്വാതന്ത്ര്യത്തോടെ കുമാരൻകുട്ടിയുടെ കയ്യിൽ പിടിച്ചു.
പരുപരുത്ത തഴമ്പു നിറഞ്ഞ കൈകൊണ്ടുള്ള ആ പിടുത്തത്തിൻ്റെ മുറുക്കം കുമാരൻകുട്ടി അറിഞ്ഞു. അയാളും വല്ലാതെ ഭയന്നു പോയി. വായാ, ഡ്രൈവർ കുമാരൻകുട്ടിയെ മുമ്പോട്ട് വലിച്ചു. അവ വന്ന് സിന്ന പൊണ്ണ്, അവള് അപ്പടിയൊക്കെ പേശുവാങ്കേ, വന്ന് ബസ്സുക്കുള്ള ഉക്കാറ്, വണ്ടിക്കുള്ള സരക്ക് ഇരിക്ക്, നല്ല തിരുമംഗലം റം, മിക്സ്ചർ, പക്കാവട, മുറുക്ക്, കിറുക്ക് എല്ലാം ഇരിക്ക്, സാപ്പിട്ട് ചോളിയായിട്ട് ഇരിക്കലാം, വാങ്ങോ. വേണ്ട, കുമാരൻകുട്ടി കൈ കുതിരയ്ക്കാൻ ശ്രമിച്ചു. എന്നയ്യത്, ഡ്രൈവർ പരിഭവത്തോടെ ചുണ്ടു കൂർപ്പിച്ചു. നാങ്ക ഉങ്ങളുടെ ഫ്രണ്ട്സ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ജ്യോതിക. അടുത്ത നിമിഷം റോഡിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു വാഹനത്തിൻ്റെ ഹോണും ഇരമ്പലും കേട്ടു. എല്ലാവരും ഒരേപോലെയാണ് തലതിരിച്ചത്. ഒരു ആംബുലൻസ് വരുന്നു. ഐഷർ മിത്സുബിഷിയുടെ പഴയ മോഡലുള്ളൊരു വണ്ടി. തമിഴൻ ഡ്രൈവറുടെ പിടി അയഞ്ഞു. കുമാരൻകുട്ടി ധൃതിയിൽ കൈ വലിച്ചെടുത്തു. അതിനു മുമ്പ് തന്നെ ജ്യോതിക റോഡിലേക്ക് ഓടിക്കയറി ആംബുലൻസിന് കൈ കാട്ടിയിരുന്നു. പാഞ്ഞു വന്ന വണ്ടി ഒരൽപ്പം മുമ്പിലേക്ക് ചെന്ന് നിന്നു. പിന്നെ ഒരു മോളിനോടെ റിവേഴ്സിൽ വന്നു. ബസ്സിന് സമാന്തരമായി ആംബുലൻസ് നിന്നു. ജ്യോതിക ഓടി ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. 30 വയസ്സിനടുത്ത് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആംബുലൻസിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ. ഒരൽപ്പം ചെമ്പിച്ച മുടി നെറ്റിയിലേക്ക് വീണ് കിടപ്പുണ്ട്. കട്ടിയുള്ള പുരികവും കട്ടിമീശയും. മീശയുടെ തുമ്പ് അല്പം പിരിച്ചു വെച്ചിട്ടുണ്ട്. തിളക്കമേറിയ ഭംഗിയുള്ള കണ്ണുകൾ. കഴുത്തിലൊരു ചുവന്ന സ്കാർഫ് ചുറ്റിയിട്ടുണ്ട്. കടും ചാരനിറത്തിലുള്ള കാർഗോ ഷർട്ടാണ് വേഷം. എന്ത് വേണമെന്ന മട്ടിൽ ചെറുപ്പക്കാരൻ പുരികങ്ങൾ ഉയർത്തി ജ്യോതികയെ നോക്കി. നാഗവന്ത്. ജ്യോതികയ്ക്ക് എന്ത് പറയണമെന്ന് പിടികിട്ടിയില്ല. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുവാ. ബസ് കേടായി. ഞങ്ങളെ കൂടി തിരുമംഗലം വരെ. ചെറുപ്പക്കാരൻ ജ്യോതികയെ അടിമുടിയൊന്ന് നോക്കി. ഞങ്ങളെന്ന് വെച്ചാൽ എത്ര പേരുണ്ട്? അപ്പോഴേക്കും മഴ ഒരാരവത്തോടെ താഴേക്ക് പാഞ്ഞിറങ്ങിയിരുന്നു. നിങ്ങൾ മലയാളിയാണോ? ജ്യോതിക അമ്പരപ്പോടെ ചെറുപ്പക്കാരനെ നോക്കി. അല്ല, അറബി. ഞാനിപ്പോൾ അറബി ഭാഷയാണല്ലോ പറഞ്ഞത്. നിന്ന് മഴ നനയാതെ ആരൊക്കെയുണ്ടെന്ന് പറ കൊച്ചേ. ഞാനും എൻ്റെ അച്ഛനും. അപ്പോഴേക്കും ഭാഗമെടുത്ത് കുമാരൻകുട്ടി എത്തിയിരുന്നു. മോനെ. കുമാരൻകുട്ടി ആംബുലൻസ് ഡ്രൈവറെ നോക്കി. ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോകരുത്. തിരുമംഗലത്ത് വിട്ടാൽ മതി. ദൈവത്തെ ഓർത്ത്. ഞങ്ങൾ തിരുമംഗലത്തെ കോവിൽ രാജമുതലാളിയെ കാണാൻ വന്നതാ. ഇവിടെ നിന്നാൽ ശരിയാവില്ല, അതാ. ആംബുലൻസ് ഡ്രൈവർ കുമാരൻകുട്ടിയുടെ പിന്നിലേക്ക് നോക്കി. ഒരൽപ്പം ഇച്ഛാഭംഗത്തോടെ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും നിൽക്കുന്നത് കണ്ടു. കയറിക്കോ. അവൻ കൈ നീട്ടി ഡോർ തുറന്നു. ശവങ്ങൾ കയറ്റുന്ന മോർച്ചറി വാന ഇത്. തൽക്കാലം ജീവനുള്ള 2 ശവങ്ങൾ കയറിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അവൻ ഉറക്കെ ഒന്ന് ചിരിച്ചു. ജ്യോതികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ മുഖം ചുളിച്ച് അവനെ ഒന്ന് നോക്കി. ആംബുലൻസ് മുന്നോട്ട് നീങ്ങി. ഞാൻ കുമാരൻകുട്ടി. തല തുവർത്തിക്കൊണ്ട് കുമാരൻകുട്ടി ആംബുലൻസ് ഡ്രൈവറെ നോക്കി. ഇതെൻ്റെ മകൾ ജ്യോതിക. ഓ. ചെറുപ്പക്കാരൻ വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. ഞങ്ങൾ വേണമെങ്കിൽ പുറകിലിരുന്നോളമായിരുന്നു. ബാഗ് മടിയിൽ വെച്ചുകൊണ്ട് കുമാരൻകുട്ടി ഒന്നുകൂടി ഒതുങ്ങിക്കൂടി. ഓ വേണ്ട. സ്റ്റിയറിംഗ് തിരിക്കുന്നതിനിടെ ചെറുപ്പക്കാരൻ ഷർട്ടിൻ്റെ കോളർ പിന്നിലേക്കൊന്ന് പിടിച്ചിട്ടു. തൂങ്ങിച്ചത്ത ഒരു പെണ്ണിൻ്റെ ശവം കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാ. ശവം പൊതിഞ്ഞ പായ പുറകിൽ കിടപ്പുണ്ട്. കുമാരൻകുട്ടി ചെറുപ്പക്കാരനൊന്ന് നോക്കി. ആ പായ എനിക്ക് എന്തിനാണെന്നല്ലേ ചേട്ടൻ ചിന്തിച്ചത്? ചെറുപ്പക്കാരനൊന്ന് ചിരിച്ചു. അതെ, ഇങ്ങനെ പടുമരണം സംഭവിച്ചവരെ പൊതിഞ്ഞുകൊണ്ടു പോകുന്ന പായയ്ക്കും തൂങ്ങിച്ചാവൻ ഉപയോഗിച്ച കയറിനുമൊക്കെ ആവശ്യക്കാരുണ്ട് ചേട്ടാ. അതിൻ്റെ ഒരു കഷ്ണം വീട്ടിൽ വച്ചാൽ പിന്നെ പ്രേതബാധ ഉണ്ടാവത്തില്ലെന്ന ചിലരുടെ വിശ്വാസം. ചത്തവരെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അങ്ങനെ ചില പ്രയോജനങ്ങളുണ്ട്. ചെറുപ്പക്കാരൻ ഉറക്കെ ഒന്ന് ചിരിച്ചു. ജ്യോതിക മുഖം ചുളിച്ച് കണ്ണുകൾ താഴ്ത്തി. എന്തൊരു മനുഷ്യൻ എന്ന് പിറുപിറുക്കുകയും ചെയ്തു. ഇവൾക്ക് എത്ര വയസ്സുണ്ട്? ചെറുപ്പക്കാരൻ കുമാരൻകുട്ടിയോട് ചോദിച്ചു. 20. 60 ആയില്ലല്ലോ. അവളും പെറുപെറുക്കുന്നു. അതാ ചോദിച്ചത്. അവൾ എന്ന പ്രയോഗവും ജ്യോതികയ്ക്ക് ഒട്ടും രസിച്ചില്ല. പക്ഷേ ഒന്നും മിണ്ടാതെ പല്ലുകടിച്ച് ഇരുന്നതേയുള്ളൂ. മോൻ്റെ പേരെന്താ? കുമാരൻകുട്ടി ചെറുപ്പക്കാരനെ നോക്കി. ഞാൻ പ്രഭു. അവൻ പതിയെ തല തിരിച്ചു. പ്രഭുരാമൻ ശ്രീരാമൻ. ആംബുലൻസ് ഡ്രൈവറാ. ജീവൻ രക്ഷാപ്രവർത്തനമാ പണി. 24 മണിക്കൂറും ഹൈവേയിൽ. റെസ്ക്യൂ ഓപ്പറേഷൻ 24/7. അത് കേട്ടപ്പോൾ ജ്യോതിക ഇടം കണ്ടിട്ട് പ്രഭുവിനെ ഒന്ന് നോക്കി. ദൂരെ ഹൈവേ കണ്ടു. വാൻ വളവ് തിരിഞ്ഞ് ഹൈവേയിലേക്ക് കയറി. മഴയുടെ ശക്തി ഒന്നുകൂടി കൂടി. വണ്ടിയുടെ ഗ്ലാസ്സിൽ നീരാവി വന്ന് പൊതിഞ്ഞു പിടിച്ചു. ഡാഷ്ബോർഡിലിരുന്ന ഒരു മുഷിഞ്ഞ ചുവന്ന തോർത്തെടുത്ത് പ്രഭു ജ്യോതികയുടെ മടിയിലേക്കിട്ടു. നീ ആ ഗ്ലാസ് ഒന്ന് തുടച്ചേ. മുമ്പോട്ട് വഴി കാണേണ്ടത് എൻ്റെ മാത്രം ആവശ്യമല്ല, നിൻ്റേത് കൂടിയാ. നീ എന്ന വിളി വീണ്ടും ജ്യോതികയുടെ മിഴികൾ എരിഞ്ഞു. കുമാരൻകുട്ടി അത് ശ്രദ്ധിച്ചു. ഞാൻ തുടയ്ക്കാം. കുമാരൻകുട്ടി ധൃതിയിൽ തോർത്തു വാങ്ങി. ഓ വേണ്ട. പ്രഭു അത് തടഞ്ഞു. അവൾ തുടയ്ക്കട്ടെ. അത് ചെയ്തെന്ന് വെച്ച് അവളുടെ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ലല്ലോ. പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് ജ്യോതിക തോർത്തെടുത്ത് ഗ്ലാസ് തുടച്ചു തുടങ്ങി. അല്ല, ചേട്ടൻ എന്തിനാ കോവിൽ രാജ മുതലാളിയെ കാണാൻ വന്നത്? ഒളികണ്ണിട്ട് ജ്യോതികയെ ഒന്ന് നോക്കിയിട്ട് പ്രഭു കുമാരൻകുട്ടിക്ക് നേരെ തിരിഞ്ഞു. മോക്കൊരു ജോലി തരാമെന്ന് മുതലാളി പറഞ്ഞേ. കുമാരൻകുട്ടിയുടെ ശബ്ദം നേർത്തു. നാട്ടിൽ വലിയ കഷ്ടത്തിലായിരുന്നു. ഭാര്യയുടെ ചികിത്സയ്ക്ക് കുറച്ച് കടമൊക്കെ ആയിട്ടുണ്ട്. അത് കൊടുക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. അന്നേരമാ മുതലാളി സഹായിക്കാമെന്ന് പറഞ്ഞത്. ജ്യോതിക ശാസകീയ മട്ടിൽ അച്ഛനെ ഒന്ന് നോക്കി. പ്രഭു ഒന്നും മിണ്ടാതെ ഒരു നിമിഷം കുമാരൻകുട്ടിയെ നോക്കിയിരുന്നു.
പെട്ടെന്ന് അങ്ങനെ സഹായിക്കാമെന്ന് പറയാൻ മാത്രം കോവിൽ രാജ മുതലാളിക്ക് എന്ത് ബന്ധമാ ചേട്ടനോട്? ശാന്തമായിട്ടായിരുന്നു പ്രഭുവിൻ്റെ ചോദ്യം. ആ, അത് പറഞ്ഞില്ലല്ലോ. കുമാരൻകുട്ടി ഉത്സാഹത്തിലായി. പണ്ട് കോവിൽ രാജ ആയി അവിടെ ഡ്രൈവറായിരുന്നു ഞാൻ. 10-35 കൊല്ലം മുമ്പാ, 21 വർഷം മുമ്പ് ഞാൻ ജോലി വിട്ട് എൻ്റെ ശാരദയെയും കുട്ടി കേരളത്തിലേക്ക് പോയി. ഓ, അങ്ങനെ. പ്രഭു പിന്നെ അല്പനേരത്തേക്കൊന്നും മിണ്ടിയില്ല. ഞാൻ പോകുന്ന വഴിക്കാ ഈ കോവിൽ രാജയുടെ ബംഗ്ലാവ്. അതിനു മുമ്പിൽ വിടാം, പ്രഭു പറഞ്ഞു. വലിയ ഉപകാരം, കുമാരൻകുട്ടി ചിരിച്ചു. ദൂരെ തിരുമംഗലം എന്ന ബോർഡ് കണ്ടു. മഴ തോർന്നിരുന്നു. പുളിമരങ്ങളും കള്ളിമുൾച്ചെടികളും അതിരു തിരിച്ചു നിൽക്കുന്ന ഹൈവേയിലൂടെ 10 മിനിറ്റ് നേരത്തെ ഓട്ടം. 20 അടി ഉയരമുള്ള കാസ്റ്റ് അയൺ ഗേറ്റിന് മുമ്പിൽ ആംബുലൻസ് നിന്നു. ഇറങ്ങിക്കോ, ഇതാ സ്ഥലം, പ്രഭു പറഞ്ഞു. ഒരുപാട് നന്ദി മോനെ, പറഞ്ഞിട്ട് കുമാരൻകുട്ടി കൈയെത്തിച്ച് ഡോർ തുറന്നു. ആദ്യം ജ്യോതിക, പിന്നാലെ കുമാരൻകുട്ടിയും ഇറങ്ങി. മോനെ, പൈസ എന്തെങ്കിലും? കുമാരൻകുട്ടി ചോദിച്ചു. ഒന്നും വേണ്ട ചേട്ടാ, പ്രഭു ചിരിച്ചു. ആ കാശിന് ഇവൾക്ക് മുൻകോപം മാറാനുള്ള മരുന്ന് വാങ്ങിച്ചു കൊടുക്ക്. ഇവിടെ ആയുർവേദ കടയിൽ കിട്ടും, കോപനാശിനി രസായനം. ജ്യോതികയ്ക്കും അറിയാതെ ചിരി വന്നുപോയി. ഒരു താങ്ക്സ് പറഞ്ഞെന്ന് വെച്ച് നിന്റെ വായിലെ മുത്ത് കൊഴിഞ്ഞു പോകത്തില്ല കേട്ടോ, പ്രഭു ജ്യോതികയെ നോക്കി. അവൾ പതിയെ മിഴികൾ ഉയർത്തി. താങ്ക്സ്, പോട്ടെ ചേട്ടാ. പ്രഭു ആംബുലൻസ് മുന്നോട്ടെടുത്തു. വണ്ടി അകന്നു പോകുന്നത് നോക്കി കുമാരൻകുട്ടി ഒരു നിമിഷം നിന്നു. പിന്നെ അബദ്ധം പിണഞ്ഞതുപോലെ ജ്യോതികയെ നോക്കി. അയ്യോ, ആ കൊച്ചൻ്റെ ഫോൺ നമ്പർ വാങ്ങിച്ചില്ല. എന്തിനാ? ജ്യോതിക പുരികം വളച്ച് അച്ഛനെ നോക്കി. അല്ല, നീ ഇനി ഇവിടെയല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാൽ? പിന്നെ ഞാൻ എവിടെയെങ്കിലും പോവേണ്ടി വന്നാൽ ഓട്ടോറിക്ഷയ്ക്ക് പകരം ആംബുലൻസ് പിടിച്ചല്ലേ പോകുന്നത്. ഒന്ന് പോവച്ചാ, ജ്യോതിക ചിരിച്ചു. റോഡ് മുറിച്ചു കടന്ന് അവർ ഗേറ്റിന് മുമ്പിലെത്തി. അടുത്ത നിമിഷം ഗേറ്റ് ഇരുവശത്തേക്കും പതിയെ തുറന്നു. ഒന്നിനു പുറകെ ഒന്നായി 6 ടാങ്കർ ലോറികൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. വണ്ടികൾ പോയതും കുമാരൻകുട്ടി ജ്യോതികയെയും കൂട്ടി അകത്തേക്ക് കയറി. ടാങ്കർ ലോറികൾ ഞെരിച്ചു പടർത്തിയ പൊടിയായിരുന്നു മുമ്പിൽ. പൊടിപടലം അടങ്ങിയപ്പോൾ ജ്യോതിക ചുറ്റും ഒന്ന് നോക്കി. 50ഓളം ടാങ്കറുകൾ വിശാലമായ മുറ്റത്ത് നിരന്ന് കിടപ്പുണ്ട്. ഒരാൾ തങ്ങൾക്ക് നേരെ നടന്നു വരുന്നത് കുമാരൻകുട്ടി കണ്ടു. ഇറുകിയ നീല ഷർട്ടും ജീൻസും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ. ഉറച്ച പേശികൾ, ത്രസിച്ചു നിൽക്കുന്ന ശരീരം, ചെമ്പിച്ച കണ്ണുകൾ, ഭംഗിയായി വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന താടി മീശ. ആരാ? അയാൾ ഗൗരവത്തിൽ കുമാരൻകുട്ടിയെയും ജ്യോതികയെയും നോക്കി. കേരളത്തിൽ നിന്നാ, രാജായ്യാവെ കാണാൻ. ഓ, കുമാരൻകുട്ടി. അയാളുടെ മുഖത്തൊരു ചിരിയുണ്ടായി. അയ്യ പറഞ്ഞിരുന്നു. ഞാൻ യാസിർ റഹ്മത്തുള്ള. വരൂ, അയ്യ നിങ്ങളെ കാത്തിരിക്കുക. യാസിർ തിരിച്ചു നടന്നു. ജ്യോതികയെ ഒന്ന് നോക്കിയിട്ട് കുമാരൻകുട്ടി ഒപ്പം ചെന്നു. 3 മിനിറ്റ് നേരത്തെ നടത്താൻ വേണ്ടി വന്നു മുറ്റം തീരാൻ. വരൂ, കുമാരൻകുട്ടിയോട് പറഞ്ഞിട്ട് യാസിർ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ വാതിൽ തുറന്നകത്തേക്ക് കയറി. അമ്പരപ്പോടെ കുമാരൻകുട്ടിയും ജ്യോതികയും പിന്നാലെ കയറി. അസ്ഥി കൊച്ചുന്ന തണുപ്പായിരുന്നു ഹാളിനുള്ളിൽ. ചെറിയ മുറിയിൽ നിന്ന് വാതിൽ തുറക്കുന്നത് മഹാരാജാവിൻ്റെ ദർബാർ പോലത്തെ ഒരു വലിയ ഹാളിലേക്ക്. അവിടെ സിംഹാസനം പോലത്തെ കസേരയിൽ പെരിയോർ രാജ എന്ന കോവിൽ രാജ ഇരിക്കുന്നത് കുമാരൻകുട്ടിയും ജ്യോതികയും കണ്ടു. മഞ്ഞമുണ്ട് മാത്രമാണ് വേഷം. അത് 2 കാൽമുട്ടുകൾക്കു മീതെയും ചരച്ചു കയറ്റി വെച്ചിരിക്കുന്നു. കഷണ്ടി കയറിയ തല, നിറം കൊടുത്തു കറുപ്പിച്ച മുടി, ജെൽ പുരട്ടി ഭംഗിയായി അമർത്തി ചീകി വെച്ചിരിക്കുന്നു. കട്ടിയുള്ള കൊമ്പം മീശ. പ്രായം 60ആയിട്ടും ഒട്ടും ഉടയാത്ത പേശികൾ. നെഞ്ചിലെ രോമക്കെട്ടിനു മീതെ തുടലു പോലത്തെ സ്വർണ്ണമാലകൾ. വലതു കൈയിൽ വീതിയേറിയ സ്വർണ്ണക്കാപ്പ്. നടുവിരലിൽ സിംഹത്തല കൊത്തിയ സ്വർണ്ണ മോതിരം. വെട്ടമടിച്ചപ്പോൾ സിംഹത്തിൻ്റെ കണ്ണുകളൊന്ന് ജ്വലിച്ചു. കുമാർകുട്ടി, വാങ്കോ വാങ്കോ, കോവിൽ രാജ ചിരിച്ചു. പിന്നെ ജ്യോതികയെ നോക്കി. എന്നെ ചെല്ലാം, സൗഖ്യമാ? 21 വർഷത്തിനു ശേഷവും ഒറ്റ നോട്ടത്തിൽ കോവിൽ രാജ തന്നെ തിരിച്ചറിഞ്ഞതിൽ കുമാരൻകുട്ടിക്ക് അത്ഭുതം തോന്നി. മോളെ, കുമാരൻകുട്ടി ജ്യോതികയുടെ കൈമുട്ടിൽ തൊട്ടു. ജ്യോതിക ഞെട്ടി തലതിരിച്ചു. ചെന്ന് അയ്യാവിടെ കാലിൽ തൊട്ട് തൊഴു. ജ്യോതിക പതിയെ മുമ്പോട്ട് വന്നു. പിന്നെ തറയിൽ മുട്ടുകുത്തിയിട്ട് കോവിൽ രാജയുടെ കാലിൽ തൊട്ടു. കോവിൽ രാജ പുഞ്ചിരിയോടെ യാസിറിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പോതും. അയാൾ ജ്യോതികയുടെ ഇരു ചുമലിലും അമർത്തിപ്പിടിച്ചു. ആ പിടുത്തത്തിന് അല്പം ബലം കൂടുതലുണ്ടെന്ന് ജ്യോതികയ്ക്ക് തോന്നി. എഴുന്നിട്, കോവിൽ രാജ പറഞ്ഞു. ജ്യോതിക എഴുന്നേറ്റു. നീ വെളിയിലെ നില്ലമ്മ, വിഷയങ്ങളെല്ലാം അപ്പാക്കിട്ട് ഞാൻ പേശിக்கிறേ. കുമാരൻകുട്ടിയെ ഒന്ന് നോക്കിയിട്ട് ജ്യോതിക പുറത്തേക്ക് നടന്നു. പിന്നെ ചെറിയ ഹാളിലേക്ക് വന്ന് ഭിത്തിയോട് ചേർന്ന് നിന്നു. കുമാർകുട്ടി, ഇங்கே വാ, കോവിൽ രാജ വിളിച്ചു. ഉക്കാറ്. കുമാരൻകുട്ടി കോവിൽ രാജയുടെ കാൽക്കിലേക്കിരുന്നു. പാര്. തൻ്റെ മുമ്പിലെ ചെറിയ ടീപ്പോയിലിരുന്ന ഐപാഡ് എടുത്ത് കോവിൽ രാജ കുമാരൻകുട്ടിയെ കാണിച്ചു. പിന്നെ ചൂണ്ടുവിരൽ കൊണ്ട് ഓരോ ചിത്രങ്ങളായി സ്ലൈഡ് ചെയ്ത് നീക്കിക്കൊണ്ടിരുന്നു. അതിലേക്ക് നോക്കിയ കുമാരൻകുട്ടി അമ്പരന്ന് പോയി. കുട്ടനാട്ടിലെ തൻ്റെ വീടിൻ്റെ ചിത്രം, ഹൗസ് ബോട്ട് ഓടിക്കുന്ന തൻ്റെ ചിത്രം, മുറ്റത്ത് നിൽക്കുന്ന ശാരദ, വള്ളം തുഴഞ്ഞു വരുന്ന ജ്യോതിക, സ്കൂൾ വിട്ടുവരുന്ന നീരജ, കായലിൽ കുളിക്കുന്ന ജ്യോതികയുടെയും നീരജയുടെയും ചിത്രങ്ങൾ വരെയുണ്ട്. കുമാരൻകുട്ടി വല്ലായ്മയോടെ കോവിൽ രാജയെ നോക്കി. നമ്മൾ ആളുകൾ കഴിഞ്ഞ വാരം മുൻപക്കത്തിലെ താൻ ഇരുന്നത്. നീ സ്വന്നതെല്ലാം ഉണ്മയാണെന്ന് എനിക്ക് തെരിയവേണാ. കുമാരൻകുട്ടിയുടെ കണ്ണുകൾ ദയനീയത കൊണ്ടൊന്ന് തുളുമ്പി. യാസിർ, കോവിൽ രാജ വിളിച്ചു. സൂചന മനസ്സിലായതുപോലെ യാസിർ ഒരു തുണിസഞ്ചിയുമായി വന്നു. അത് വാങ്ങി കോവിൽ രാജ കുമാരൻകുട്ടിയുടെ കാൽക്കിലേക്ക് കുടഞ്ഞിട്ടു. 500ൻ്റെ 20 കെട്ടുകൾ. കുമാർകുട്ടി,
നീ ചോദിച്ചത് 5 ലക്ഷം, ஆனால் ഞാൻ തരപ്പോത് 10 ലക്ഷം. ഇതൊക്കെ ബദലായി നീ എനക്ക് എന്ന തരും? കോവിൽ രാജ കവിൾക്കൊട്ടിയ ഒരു ചിരിയോടെ കുമാരൻകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ജീവൻ ഞാൻ തരും. നന്ദി കൊണ്ട് കുമാരൻകുട്ടിയുടെ വാക്കുകൾ മുറിഞ്ഞു. എനിക്ക് എതുക്കടാ ഉന്നയുടെ ഉയർ? കോവിൽ രാജ ചിരിച്ചു. സ്ട്രെയിറ്റാ ഞാൻ മാറ്റർക്ക് വരാം. എനിക്ക് വേണ്ടത് ഉന്നയുടെ പൊണ്ണെ. എന്നുടെ കമ്പനിയുടെ മാനേജറായിട്ടല്ല, എന്നുടെ മനൈവിയായി, എന്നുടെ പൊണ്ടാട്ടിയായി. തൻ്റെ ഉള്ളിലേക്ക് ഒരു മിന്നൽ പാഞ്ഞു കയറിയത് കുമാരൻകുട്ടി അറിഞ്ഞു. നിലവിൽ 6 ഭാര്യമാരുള്ള കോവിൽ രാജ 7ാമത് ചിന്ന വീട് ആയിട്ട് തൻ്റെ പൊന്നുമോൾക്ക് വിലയിടുന്നു. ഉൻ പൊണ്ണ് ഫോട്ടോ എനിക്ക് ரொம்ப പിടിച്ചാച്ച്. എന്നെ അഴക്, എന്നെ ഉടല്, ദേവത തോറ്റു പോവും. ഇപ്പവേ എനിക്ക് 6 പൊണ്ടാട്ടികൾ ഇருக்கு. അത് നീ ഗവനിക്ക വേണ്ട. എൻ സ്വത്തിൽ നല്ലൊരു പങ്ക് ഉൻ പൊണ്ണുക്ക് ഞാൻ കൊടുക്ക പോറേ. പണ്ട് ഉൻ മനവിയെ ഞാൻ ആസപ്പെട്ടാൻ. ஆனால் നീ ഇங்கே നിന്ന് പോയിട്ടാൻ. ഇപ്പോൾ മകളെ എനിക്ക് വേണം. നീ സമ്മതിക്കേ കുമാരൻകുട്ടി? അതുക്കപ്പുറം ഇന്ത പണത്തെ വാങ്ങിയിട്ട് സന്തോഷമാ പോ. തൻ്റെ ചേതന പച്ചമരം പോലെ എരിയുന്നത് കുമാരൻകുട്ടി അറിഞ്ഞു. ഉള്ളും ഉടലും പുകഞ്ഞു നീറുന്നു. നോക്കൂ കുമാരൻകുട്ടി. കോവിൽ രാജ കൈയെത്തിച്ച് കുമാരൻകുട്ടിയുടെ തലയിൽ ഒന്ന് തലോടി. എനിക്ക് എല്ലാമേ വ്യാപാരം താൻ. മാട് വ്യാപാരം, എറുമ വ്യാപാരം, മണ്ണ് വ്യാപാരം, പൊണ്ണു വ്യാപാരം. നീ നല്ല പടിയാ വളർത്തണ പശുമാടെ ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിக்கிறேன். കൊല്ലറുതുക്ക് അല്ല, വളർത്തുറുതുക്ക്. ഉനക്ക് ഉൻ കടം വീട്ടണ വേണോ? ഉൻ പൊണ്ടാട്ടിയെ ചികിത്സ കൊടുക്കാൻ വേണോ? ചിന്ന പെണ്ണെ പഠിക്കുക വായിക്കുക വേണോ? കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ അവസാന വാചകം കൂട്ടിച്ചേർത്തു. ഇതല്ലാതെ വേറൊരു വഴിയില്ല ഉനക്ക്. ഗതികേടിൻ്റെ ഉപ്പുനീര് കണ്ണിൽ ഇരച്ചു വന്ന് നീർന്നത് കുമാരൻകുട്ടി അറിഞ്ഞു. അയാൾ പതിയെ തലത്തിരിച്ച് പിന്നിലേക്കൊന്ന് നോക്കി. ഒന്നും അറിയാതെ ഭിത്തിച്ചാരി നിൽക്കുകയാണ് ജ്യോതിക. പൊന്നുമോളെ. കുമാരൻകുട്ടിയുടെ മനസ്സൊന്ന് വിതുമ്പി. മിഴി നിറഞ്ഞു വന്ന കണ്ണീരിൽ ജ്യോതികയുടെ ചിത്രം പടർന്നു പോയി. അയ്യാ. കുമാരൻകുട്ടി തലതിരിച്ച് കോവിൽ രാജയുടെ മുഖത്തേക്ക് നോക്കി. എന്നാ കുമാരൻകുട്ടി? കോവിൽ രാജയുടെ മുഖത്ത് ശരിയായിരുന്നു. ഇതിൽ ഇവളോ യോസിക്കറുതുക്ക് എന്നായിരിക്കടേ? ഓനൂരിലെ ആർക്കുമേ ഇതൊന്നും തെരിയ പോറതില്ല. മകൾക്ക് ഇങ്ക വേല ഇருக்கு എന്ന് താനേ അവ നനച്ചു വാങ്ങി. കൊഞ്ച നാൾ അവ എൻ പൊണ്ടാട്ടിയായി ഇരിക്കട്ടെ കുമാരൻകുട്ടി. കോവിൽ രാജ ഒരു ചിരിയോടെ യാസറിനെ നോക്കി. പിന്നെ വീണ്ടും കുമാരൻകുട്ടിക്ക് നേരെ തിരിഞ്ഞു. അതൊക്കെ പുറകെ ഇൻ ചിന്ന പൊണ്ണെ ഞാൻ പാക്കട്ടു. ഓൻ ദാരിദ്ര്യവും ആവശ്യങ്ങളും അപ്പോൾ കൂടെ ഇരിക്കുമേ? അയ്യാ. കുമാരൻകുട്ടി കൈക്കൂപ്പി. എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. അയ്യാവിടെ മകളുടെ പ്രായമല്ലേ ഉള്ളൂ എൻ്റെ കുഞ്ഞിന്. അവളെ വേറൊരു തരത്തിൽ കാണല്ലേ. കാല് പിടിക്കാൻ ഞാൻ. രാജയ്യ സഹായിക്കുമെന്നൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ. കോവിൽ രാജ ഉറക്കെ ഒന്ന് ചിരിച്ചു. കുമാരൻകുട്ടി, നമ്മ വാഴ്കയിലെ ചിന്ന ചിന്ന പൊണ്ണുങ്കെ ഇതുമാതിരി വന്നിട്ടേ ഇരുന്നാൽ നാമും എന്നേക്കുമേ യങ്ങായി ജോളിയായി ഇരിക്കട്ടും. അത് ഞാൻ പോളിസി. കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ വിരലുകൾ കൊണ്ട് നോട്ട് എണുന്നതുപോലെ ഒരു ആംഗ്യം കാട്ടി. ചുമ്മാ അല്ലയേ, ദുട്ട് കൊടുത്തിട്ടാണേ. അയ്യാ. ഒരു കരച്ചിൽ കുമാരൻകുട്ടിയുടെ തൊണ്ടയിൽ ഉടക്കി. എൻ്റെ മകൾക്കുമില്ലേ അവളുടെ ജീവിതത്തെ പറ്റിയ അവളുടേതായ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ. എന്നെ ആശ, എന്നെ സ്വപ്നം. കോവിൽ രാജ ഒരു കവിൾ കോട്ടി. ഓൻ പൊണ്ണുടെ സ്വപ്നത്തുക്കാഹേ കൊഞ്ചം കൂടി കാസ്നാ തരാം. അയ്യാ. കോവിൽ രാജയുടെ ഇരു കാൽപ്പത്തികളിലും അമർത്തി പിടിച്ചുകൊണ്ട് കുമാരൻകുട്ടി ആങ്ങലടിച്ചു. തൻ്റെ കരച്ചിൽ കാലിന് പുറത്തേക്ക് പോവാതിരിക്കാനായി ചുണ്ടുകൾ അമർത്തി പിടിച്ചായിരുന്നു കരച്ചിൽ. കോവിൽ രാജയും യാസറും ചിരിയോടെ പരസ്പരം നോക്കി. ഡേയ് കുമാരൻകുട്ടി. കോവിൽ രാജ ചിരിച്ചു. എതുക്കടാ നീ എന്ത മാതിരി സെൻറ്റിമെൻ്റ് ആവുന്നത്? മുതലേ നീ ഉൻ ആവശ്യം എങ്കിട്ടേ സൊന്നേ. കോവിൽ രാജ ഒരു വിരൽ മടക്കി. അതുക്കു പുറകെ ഞാൻ എന്നെ ആവശ്യം ഉങ്കക്കിട്ടേ സൊന്നേ. കോവിൽ രാജ ഒരു വിരൽ കൂടി മടക്കി. ഉനക്ക് താല്പര്യമില്ലാന്നാ വിട്ടിരു കുമാരൻകുട്ടി. ഞാൻ ഉന്നെ കമ്പൽ പണ്ണ പോറതില്ല. ഉപേക്ഷിക്കരുതയ്യ. അവസാന ശ്രമം എന്നോണം കുമാരൻകുട്ടി കോവിൽ രാജയുടെ കാലുകളിൽ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. ഈ ജോലിയും ഇവിടുന്ന് കിട്ടുന്ന കാശും പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ വന്നത്. അത് പ്രതീക്ഷിച്ച അവിടെ ശാരദയും എൻ്റെ കൊച്ചും കാത്തിരിക്കുന്നത്. വെറും കൈയോടെ തിരിച്ചു പോകാൻ പറ്റത്തില്ല അയ്യാ. അവനക്ക് കാശ് വേണം. പൊണ്ണ തരാൻ പറ്റത്തുമില്ല. ഇതെന്നെ ന്യായം കുമാരൻകുട്ടി. അയ്യോ. കുമാരൻകുട്ടി ഒന്നയങ്ങി. അയ്യാവുക്കും മക്കളില്ലേ? അവരെ ഓർത്തെങ്കിലും. നീ എതുക്കടാ എൻ പസങ്ങളെ പറ്റി ചൊല്ലേൻ? തൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ കോവിൽ രാജയുടെ കണ്ണുകൾ മൂർച്ച വന്നു. അവങ്ക പണക്കാരനക്ക് പുറന്തവർ താൻ. ഉന്നേമാതിരി ഒരു പിച്ചക്കാരനക്ക് പുറന്തവരല്ല. കോവിൽ രാജയുടെ മിഴികൾ ഒന്ന് കുറുകി. പണ്ട് നീ എൻകൂടെ നടന്നിരുന്നെങ്കിൽ ഉനക്ക് ഒരു പെരിയ പണക്കാരനാവാമായിരുന്നു. എന്നാൽ ഉൻ പൊണ്ടാട്ടിക്ക് വാഴ്ക താൻ മുഖ്യം. സ്പിരിറ്റ് എന്ന് കേട്ടാലേ വെറുപ്പ്, അലർജി. എന്നെ ഏമാത്തി ഉന്നയും കൊണ്ട് ഇங்கே നിന്ന് പോയ പെരിയ ബുദ്ധിശാലി താൻ ഉൻ പൊണ്ടാട്ടി. കോവിൽ രാജയുടെ പല്ലുകളൊന്ന് ഞെരിഞ്ഞു. കടസിയിലെ എന്നുവച്ച് എല്ലാവർക്കും കൂടി ചേർത്ത് ഒരു തുണ്ട് കയറ്. അല്ലാന്നാ ഒരു ചിന്ന കുപ്പി വിഷം. അയ്യാ. കുമാരൻകുട്ടി ഒന്നുകൂടി കോവിൽ രാജയെ നോക്കി. പണ്ടത്തെ പോലെ ഞാൻ ലോറി ഓടിക്കാം. എൻ ജീവൻ പണയം വെച്ച് എവിടേക്ക് വേണമെങ്കിലും. സ്പിരിറ്റ് കൊണ്ടുപോവാം. ദൈവത്തെ ഓർത്ത്.
കുമാരൻകുട്ടി വീണ്ടും തൊഴുതു. വിറയ്ക്കുന്ന ആ കൂപ്പുകൈ ഗോവിന്ദരാജ പതിയെ പിടിച്ചു താഴ്ത്തി. ദൈവം, ഡേയ്, കടവുളും ഞാനും തിക്ക് ഫ്രണ്ട്സടാ. കടവുളുക്ക് തൊട്ട് പൂവ്, പാൽ, സ്വർണം പൂശിയ പുതുപുത്തൻ കോവിൽ എല്ലാമേ ഞാൻ താൻ കൊടുക്കേ. കടവുൾ താനേ മുന്നാലെ കൈനീട്ടി അരന്ന് താൻ നിൽപ്പേൻ. കോവിൽ രാജ ഉറക്കെ ഒന്ന് ചിരിച്ചു. പിന്നെ ഉനക്ക് വേല നോക്കൂ കുമാർകുട്ടി, ഇപ്പോൾ സ്പിരിറ്റ് മാർക്കറ്റ് അടക്കി വാഴുതിർക്ക് இந்த യാസിർ മാതിരി ന്യൂ ജനറേഷൻ പ്രസംഗത്താൻ അങ്കെ ഉനക്ക് ഇടം കിടയാതെ. കോവിൽ രാജ ഒന്ന് നിർത്തി. നിന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി താൻ ഞാൻ സ്വന്നത്. നിന്റെ മകളെ എനിക്ക് ഭാര്യയായി തരിക. സൊല്ല്, സമ്മതമല്ലയാ? കണ്ണീർ കുതിച്ചു ചാടുന്ന മിഴികൾ ഉയർത്തി കുമാരൻകുട്ടി കോവിൽ രാജയുടെ മുഖത്തേക്ക് നോക്കി. നിമിഷങ്ങളോളം ആ നോട്ടം നീണ്ടു നിന്നു. കണ്ണീർ ഇരുക്കവുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ഏയ്! കോവിൽ രാജ പതിയെ വലതു കാലുയർത്തി. പിന്നെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് കുമാരൻകുട്ടിയുടെ കൺതടത്തിൽ ഒന്ന് തൊട്ടു. കണ്ണുനീർ കൊണ്ട് വിരൽ നനഞ്ഞു. എതുക്കട നായ മാതിരി അഴகிறது, അത് പാത്താലേ എനിക്ക് സിരിപ്പ് വരും. കോവിൽ രാജ പതിയെ കാൽ താഴ്ത്തി. പിന്നെ ഒന്ന് മുമ്പോട്ട് ആഞ്ഞിരുന്നിട്ട് കുമാരൻകുട്ടിയുടെ തുളുമ്പി നിൽക്കുന്ന മിഴികളിലേക്ക് നോക്കി. പറയ്, നിന്റെ മകളെ എനിക്ക് ഭാര്യയായി തരാൻ സമ്മതമാണോ അല്ലയോ? നല്ല മലയാളത്തിലായിരുന്നു ചോദ്യം. കുമാരൻകുട്ടി ദീർഘമായി ശ്വാസം ഉള്ളിലേക്കൊന്ന് വലിച്ചെടുത്തു. അല്ല, ഉറച്ചതായിരുന്നു കുമാരൻകുട്ടിയുടെ സ്വരം. എൻ്റെ മകളെ വിറ്റിട്ട് എനിക്ക് മനസമാധാനം വേണ്ട, സുഖം വേണ്ട, ജീവിതം വേണ്ട. ശരി, വിട്ടിട്. നിസ്സരമായിട്ടാണ് കോവിൽ രാജ മറുപടി പറഞ്ഞത്. നീ എന്നെ വിളിച്ചിട്ടില്ല, നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല. നിന്റെ പ്രശ്നം തീർക്കാൻ നീ വേറെ വഴി നോക്ക്. കോവിൽ രാജ ഒന്ന് നിർത്തി. പിന്നെ തല തിരിച്ച് യാസിറിനൊന്ന് നോക്കി. സൂചന മനസ്സിലായതുപോലെ യാസിർ മുമ്പോട്ട് വന്നു. പിന്നെ താഴെ കിടന്നിരുന്ന നോട്ടുകെട്ടുകൾ വീണ്ടും തുണിസഞ്ചിയിലേക്ക് അടുക്കുവാൻ തുടങ്ങി. യാസിർ, കോവിൽ രാജ കൈനീട്ടി ഒരു നോട്ടുകെട്ട് എടുത്തു. പിന്നെ 500-ൻ്റെ 2 നോട്ടുകൾ വലിച്ചൂരിയെടുത്തു. അത് കുമാരൻകുട്ടിയുടെ പോക്കറ്റിലേക്ക് കോവിൽ രാജ തിരികെ വെച്ചു. വച്ചുക്കോ, വണ്ടിക്കാസ്. വേണ്ട അയ്യാ. കുമാരൻകുട്ടി ആ നോട്ടുകളെടുത്ത് കോവിൽ രാജയുടെ കാൽക്കിലേക്ക് തന്നെ വച്ചു. തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലിയും കൊണ്ടാണ് ഞാൻ വന്നത്. കുമാരൻകുട്ടി എണീറ്റു. പിന്നെ ഷർട്ടിൻ്റെ കോളർ വലിച്ചു പൊക്കി കണ്ണുകളും മുഖവും തുടച്ചു. ഉള്ളിൽ നിന്ന് വീണ്ടും കരച്ചിൽ തികട്ടി വരുന്നുണ്ടായിരുന്നു. കുമാരൻകുട്ടി പതിയെ തലതിരിച്ചൊന്ന് നോക്കി. ജ്യോതിക നിന്നെടുത്ത് തന്നെ നിൽപ്പുണ്ട്. മുഖം ശാന്തമാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്ന സമാധാനത്തിലുള്ള നിൽപ്പ്. കുമാരൻകുട്ടിയുടെ കണ്ണുകൾ വീണ്ടും തുളുമ്പി. കുമാരൻകുട്ടി, കോവിൽ രാജ വിളിച്ചു. ഉനക്ക് കോഫി, ടീ ഏതാവത് വേണമാ? വേണ്ട. കുമാരൻകുട്ടി ഇരു കയത്തിലും കൊണ്ട് കണ്ണുകൾ ഒന്നുകൂടി അമർത്തി തുറച്ചു. എന്നാൽ കിളമ്പടാ, എനിക്ക് വേറെ വേല ഇருக்கு. പോവാ. കുമാരൻകുട്ടി ഒന്നുകൂടി കൈക്കുപ്പി. പിന്നെ തിരിഞ്ഞു. 1-2 ചൂട് വച്ചിട്ട് മുണ്ടിൻ്റെ തുമ്പുയർത്തി കണ്ണും മുഖവും പലതവണ അമർത്തി തുടച്ചു. കരഞ്ഞെന്ന് ജ്യോതിക അറിയരുത്. കോവിൽ രാജ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന അമ്പലത്തിൻ്റെ സ്വർണത്തിൽ തീർത്ത മാതൃകയുമായി ഒരാൾ വാതിൽ കടന്നു വരുന്നുണ്ടായിരുന്നു. കണ്ണുകൾ ഒന്നുകൂടി തുടച്ചിട്ട് കുമാരൻകുട്ടി വാതിലിന് അപ്പുറത്തേക്ക് കാൽ വെച്ചു. എന്തായി അച്ഛാ? ജ്യോതിക ഓടി അടുത്തു വന്നു. തിരുമംഗലത്ത് തന്നെയാണോ എനിക്ക് ജോലി, അതോ തിരുപ്പൂർ പോണോ? പറയാം, വാ. ജ്യോതികയുടെ മുഖത്ത് നോക്കാതെയാണ് കുമാരൻകുട്ടി മറുപടി പറഞ്ഞത്. പിന്നെ ധൃതിയിൽ വാതിൽ കടന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. അച്ഛൻ്റെ മുഖത്തെ ഭാവങ്ങൾ ശ്രദ്ധയോടെ നോക്കുകയായിരുന്നു ജ്യോതിക. ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ജ്യോതിക അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. അച്ഛാ! ജ്യോതിക കുമാരൻകുട്ടിയുടെ മുമ്പിലേക്ക് വന്നു. എന്താച്ചാ പറ്റിയത്? എന്തു പറ്റാൻ? കുമാരൻകുട്ടി ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, എന്തോ പറ്റിയിട്ടുണ്ട്. ജ്യോതിക കുമാരൻകുട്ടിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അച്ഛൻ കരഞ്ഞോ? കരയാനോ? എന്തിന്? കുമാരൻകുട്ടി ഒന്ന് വിളറി ചിരിച്ചു. അല്ല, അച്ഛൻ കരഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. ഇല്ലടി. കുമാരൻകുട്ടി പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തി. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ. അച്ഛാ! ജ്യോതികയുടെ മുഖം ഗൗരവത്തിലായി. അച്ഛൻ്റെ പൊന്നുണ്ണിയാ ചോദിക്കുന്നത്. വേറെ എന്താ ഉണ്ടായത്? നമ്മളെവിടേക്കാണ് പോകുന്നത്? ജോലിക്കാരി എന്തായി? കോവിൽ രാജ മുതലാളി എപ്പോൾ കാശ് തരും? ചോദ്യങ്ങളല്ല, ചുട്ടുപഴുത്ത ഓരോ സൂചി മുനകളാണ് തൻ്റെ ഹൃദയത്തിലേക്ക് കയറുന്നതെന്ന് കുമാരൻകുട്ടിക്ക് തോന്നി. അച്ഛാ! ജ്യോതിക വീണ്ടും വിളിച്ചു. മുതലാളി എന്ത് പറഞ്ഞു എന്ന് പറ. നാളെ രാവിലെ കാണാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെയാണ് കുമാരൻകുട്ടിയുടെ നാവിൽ വന്നത്. ജ്യോതികയുടെ മുഖം മങ്ങി. അപ്പോൾ നമ്മളിന്ന് എവിടേക്കാ അച്ഛാ? എവിടെ താമസിക്കും? നാളെ വൈകുന്നേരം വരെയാ കാശ് കൊടുക്കാൻ നടേശൻ സമയം തന്നിരിക്കുന്നത്. നടേശൻ എന്ന് കേട്ടപ്പോൾ കുമാരൻകുട്ടിയുടെ നെഞ്ചിലെ തീയോ ഒന്നുകൂടി ആളിപ്പടർന്നു. നിന്ന നിൽപ്പിൽ താൻ വെന്തെരിഞ്ഞ് വെണ്ണീറാവുമെന്ന് കുമാരൻകുട്ടിക്ക് തോന്നി. നമുക്ക് മധുരയിലേക്ക് പോവാം. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അവിടെ മധുരമീനാക്ഷി അമ്പലത്തിനടുത്ത് ചെറിയ ലോഡ്ജുകളുണ്ട്. അവിടെ തങ്ങാം. ജ്യോതികയും കൊണ്ട് തിരുമംഗലത്ത് തങ്ങുന്നത് ബുദ്ധിയല്ലെന്ന് കുമാരൻകുട്ടിക്ക് അറിയാമായിരുന്നു. രാത്രി തിരിച്ചു പോകുന്നത് അതിനേക്കാൾ അപകടമാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ സംഭവിച്ചതുപോലെ വഴിയിൽ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ഇരുട്ട് പരക്കാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. ഉള്ളിലെ ഭയത്തിൻ്റെ അളവ് കൂടിക്കൂടി വരികയാണ്. ദൈവമേ എന്ന് മനസ്സ് 1000 തവണ അലമുറയിട്ടിട്ടും ധൈര്യം കിട്ടുന്നില്ല. ദൈവങ്ങളുടെ ചിത്രത്തേക്കാൾ ശക്തി കറൻസി നോട്ടുകൾക്കാണെന്ന് കുമാരൻകുട്ടിക്ക് തോന്നി. പോക്കറ്റ് നിറയെ കാശുണ്ടെങ്കിൽ അതൊരു ധൈര്യമാണ്. ആരെയും പേടിക്കേണ്ട, ആർക്കു മുമ്പിലും തല കുനിച്ച് നിൽക്കണ്ട. ആരും തൻ്റെ അഭിമാനത്തിന് വില പറയില്ല.
അച്ഛാ, ജ്യോതിക വീണ്ടും കുമാരൻകുട്ടിയെ നോക്കി. കാശ് നാളെ കിട്ടൂ എന്ന് അമ്മയോട് പറയേണ്ട അച്ഛാ. അച്ഛൻ മുതലാളിയുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ 2 തവണ വിളിച്ചായിരുന്നു. കാശ് കാശ് കയ്യിലോട്ട് കിട്ടിയിട്ട് മറുപടി പറഞ്ഞാൽ മതി. ജ്യോതികയിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടാണ് കുമാരൻകുട്ടി അത് പറഞ്ഞത്. ഒരു ചൂടുകാറ്റ് തൻ്റെ നെഞ്ചിനുള്ളിലേക്ക് ഇരച്ചു കയറിയത് ജ്യോതിക അറിഞ്ഞു. എന്തോ കുഴപ്പമുണ്ട്. അച്ഛനൊന്നും വിട്ടു പറയാത്തതാണ്. മുറിയിലെത്തിയിട്ട് വിശദമായി ചോദിക്കണം, ജ്യോതിക മനസ്സിലുറച്ചു. നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ബസ്സിൻ്റെ ഹോൺ കേട്ടു. കുമാരൻകുട്ടിയും ജ്യോതികയും തലതിരിച്ചു. ഒരു ബസ് വരുന്നു. വാ മോളെ. കുമാരൻകുട്ടി തറയിലിരുന്ന ബാഗെടുത്ത് വീണ്ടും ചുമലിൽ തൂക്കി. അത് മധുരയ്ക്കുള്ള വണ്ടിയാ. ജ്യോതികയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് കുമാരൻകുട്ടി റോഡ് മുറിച്ചു കടന്നത്. ആ പിടുത്തത്തിൻ്റെ പതിവില്ലാത്ത മുറുക്കം ജ്യോതിക അറിഞ്ഞു. അച്ഛൻ്റെ നെഞ്ചിലെ ആദിയിലെ ചൂട് തൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട്. ബസ് വന്നു നിന്നു. വാ. ജ്യോതികയെ കൂട്ടി കുമാരൻകുട്ടി കയറി. വണ്ടിക്കുള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. വിയർപ്പിൻ്റെയും മദ്യത്തിൻ്റെയും കൂടിക്കുഴഞ്ഞ ഗന്ധം. അരമണിക്കൂർ നേരത്തെ യാത്ര. ബസ് മധുരയിലെത്തി. നക്ഷത്രങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്ന ആകാശത്തിനു താഴെ മധുര മീനാക്ഷി കോവിലിൻ്റെ കൊത്തുപണികളുള്ള എടുപ്പ് കാണാമായിരുന്നു. ബസ് സ്റ്റാൻഡിന് പുറകിലുള്ള ഒരു ചെറിയ ലോഡ്ജിലായിരുന്നു മുറിയെടുത്തത്. അമ്പലത്തിൽ തൊഴാൻ വന്നവരുടെ തിരക്കായിരുന്നു ലോഡ്ജിൽ നിറയെ. മുറിയിലെത്തിയതും ജ്യോതിക വാതിലടച്ചു. പിന്നെ കുമാരൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് കുമാരൻകുട്ടിയെ പിടിച്ച് കട്ടിലേക്ക് ഇരുത്തി. അച്ഛാ. കുമാരൻകുട്ടിയുടെ കണ്ണുകളിലേക്ക് നോക്കിയായിരുന്നു ജ്യോതികയുടെ വിളി. സത്യം പറയും, എന്താ സംഭവിച്ചത്? എന്താ മുതലാളി പറഞ്ഞത്? ജോലിയുടെയും കാശിൻ്റെയും കാര്യം എന്ത് പറഞ്ഞു? ജോലി? കുമാരൻകുട്ടി വേദനയോടെ ജ്യോതികയുടെ മുഖത്തേക്ക് നോക്കി. ആ ജോലി നമുക്ക് വേണ്ട മോളെ. നിന്ന നിൽപ്പിൽ ഒരു ഗർത്തത്തിലേക്ക് വീണതുപോലെ ജ്യോതികയ്ക്ക് തോന്നി. അച്ഛാ. ജ്യോതിക വെപ്രാളത്തോടെ അച്ഛൻ്റെ ചുമലിൽ പിടിച്ചു. എന്താ അച്ഛാ? ആ ജോലി നമുക്ക് പറ്റില്ല, അത്ര തന്നെ. എത്ര കഷ്ടപ്പാടുള്ള ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം അച്ഛാ. എൻ്റെ അച്ഛന് സമാധാനം കിട്ടുമല്ലോ. കുമാരൻകുട്ടി തലയുയർത്തി ജ്യോതികയുടെ മുഖത്തേക്ക് വേദനയോടൊന്ന് നോക്കി. പൊന്നുമോളെ എന്നൊരു വിളി നെഞ്ചിനുള്ളിൽ ആർത്തിരമ്പുന്നുണ്ടായിരുന്നു. എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം കുമാരൻകുട്ടി പകച്ചിരുന്നു. പിന്നെ തല താഴ്ത്തി. അയാൾക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന്. ജ്യോതികയുടെ നെഞ്ചിനുള്ളിൽ ഒരു മിന്നലുണ്ടായി. തലയ്ക്കുള്ളിലേക്ക് തീ പിടിച്ച ഒരു കാറ്റ് ഇരമ്പി ആർത്ത് കയറുന്നത് അവൾ അറിഞ്ഞു. അച്ഛാ. ജ്യോതിക പണിപ്പെട്ടൊന്ന് വിളിച്ചു. എന്നതാ അച്ഛാ? നിന്നെ ആ കിഴവനെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന്. 60കാരൻ്റെ 6ാം ഭാര്യയാക്കാനാണോടി എൻ്റെ ഉയിര് ഇറ്റിച്ച് തന്നെ ഞാൻ നിന്നെ എൻ്റെ പൊന്നുമോളാക്കി വളർത്തിയത്. കുമാരൻകുട്ടിയുടെ കണ്ണുകൾ തുളുമ്പിയൊഴുകി. ഗതികേടുകാരനാ കുമാരൻകുട്ടി, കടക്കാരനുമാ. പക്ഷേ എനിക്കുമില്ലേ എൻ്റേതായ ഒരു അന്തസ്സ്, വില. ഒരു പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു ജ്യോതിക. നിന്നോടിത് പറയേണ്ടെന്ന് കരുതിയതാ, പക്ഷേ അറിയണമെന്ന് തോന്നി. ഇത്തരം വെറിപിടിച്ച പട്ടികളും ലോകത്തുണ്ടെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അച്ഛൻ കരയാതെ. ജ്യോതികയ്ക്ക് അച്ഛൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നെഞ്ചു പൊടിയുന്നതുപോലെ തോന്നി. കരയാതെ അച്ഛാ. ജ്യോതിക അച്ഛൻ്റെ ചുമലിലേക്ക് കവിൾ ചേർത്തു. അടുത്ത നിമിഷം തന്നെ അവൾ അറിയാതെ ചോദിച്ചു പോവുകയും ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുക അച്ഛാ? നടേശനോട് നമ്മൾ എന്ത് പറയുക അച്ഛാ? എങ്ങനെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലും? നമ്മൾ ചെല്ലും, തൻ്റെ അടുത്തോടെ ചെല്ലും. കുമാരൻകുട്ടിയുടെ സ്വരം മുറുകി. ഇനി കുമാരൻകുട്ടിക്ക് ഇങ്ങനെ ആദ്യ കയറി നടക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യാനും വയ്യ. കുമാരൻകുട്ടിയുടെ സ്വരത്തിന് മൂർച്ച വന്നു. ഉയിര് വാരിപ്പിടിച്ച് സ്പിരിറ്റ് കടത്തി കണ്ടവന്മാർക്ക് ഒരുപാട് സമ്പാദിച്ചു കൊടുത്തിട്ടുള്ളവനാണ് ഞാൻ. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സമ്പാദിക്കാതെ പോയത്. അതിന് കാരണം എൻ്റെ ഈ മുടിഞ്ഞ ആദി തന്നെയായിരുന്നു. ഇനി പേടിക്കാനില്ല. പേടിച്ച് ഓടുന്നവൻ ഒളിയിടം കിട്ടാതെ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടേയിരിക്കും. ജ്യോതികയെ അടർത്തി മാറ്റി കുമാരൻകുട്ടി എണീറ്റു. അച്ഛൻ്റെ അത്തരമൊരു ഭാവം അവൾ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ഒളിച്ചിരുന്നാലും ചാവും, നിവർന്നു നിന്നാലും ചാവും. എങ്കിൽ പിന്നെ നേരെ നിന്ന് ചത്തുകൂടെ? കുമാരൻകുട്ടി തല തിരിച്ച് ജ്യോതികയെ നോക്കി. എൻ്റെ മോള് പേടിക്കണ്ട. അച്ഛൻ ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല. നമുക്ക് പൊരുതി നോക്കാൻ വേണ്ടി. ഇതൊരു വലിയ ലോകമല്ലേ. ഇവിടെ ഒരു ശകല സ്ഥലം പോരെ നമുക്ക് ജീവിക്കാൻ. അവസാനം വരെ നോക്കാം. പറ്റില്ലെങ്കിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചങ്ങ് പോവാം. അവസാന വാചകം പറഞ്ഞപ്പോൾ കുമാരൻകുട്ടിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. വല്ലതും കഴിക്കണ്ടേ നമുക്ക്? വിഷയം മാറ്റാനായി കുമാരൻകുട്ടി ജ്യോതികയെ നോക്കി. അച്ഛൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. താഴെ ഒരു കേരള ഹോട്ടലുണ്ടെന്ന് ലോഡ്ജിലെ പയ്യൻ പറഞ്ഞായിരുന്നു. അച്ഛൻ തൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടുകയാണെന്ന് ജ്യോതികയ്ക്ക് മനസ്സിലായി. ഇരുട്ടിൽ എവിടെയെങ്കിലും പോയി നിന്ന് കരയാനാണ്. അല്പം മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ധൈര്യപ്പെടുത്താൻ മാത്രമാണ്. ഞാൻ പോയിട്ട് വരാം. മോള് കുളിച്ച് വേഷം മാറ്റ്. പിന്നെ ഞാൻ വിളിച്ചിട്ടേ വാതിൽ തുറക്കാവൂ കേട്ടോ. ജ്യോതിക തലകുലുക്കി. കുമാരൻകുട്ടി വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ജ്യോതിക പിന്നിൽ നിന്ന് വിളിച്ചു. അച്ഛാ, ഊണ് 1 വാങ്ങിച്ചാൽ മതി കേട്ടോ. 2 വാങ്ങിച്ച് വേസ്റ്റ് ആക്കണ്ട. കുമാരൻകുട്ടി തലകുലുക്കി. ലോഡ്ജിൻ്റെ ഇടനാഴിയിലൂടെ അച്ഛൻ പോകുന്നത് നോക്കി ജ്യോതിക ഒരു നിമിഷം നിന്നു. പിന്നെ വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്നുറക്കെ കരയണമെന്ന് അവൾക്ക് തോന്നി. അവൾ കട്ടിലിരുന്നു. ഇരു കൈയും കൊണ്ട് മുഖം പൊത്തി ഏങ്ങലടിച്ച് കരഞ്ഞു. അമ്മയുടെയും നീരജയുടെയും മുഖമായിരുന്നു ജ്യോതികയുടെ മനസ്സ് നിറയെ. കുറേ നേരം ആ ഇരിപ്പിരുന്നു. പിന്നെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് കയറി. കുളിച്ചു വന്ന് മുടി കോതിക്കൊണ്ട് നിൽക്കുമ്പോൾ വാതിലിൽ മുട്ടുകെട്ടു. പിന്നാലെ അച്ഛൻ്റെ വിളിയും. മോളെ. ജ്യോതിക ചെന്ന് വാതിൽ തുറന്നു. ഒരു ചെറിയ കവറുമായി കുമാരൻകുട്ടി അകത്തേക്ക് കയറി വന്നു. ചോറ് തന്നെ കിട്ടി കേട്ടോ.
കവറിൽ നിന്ന് കടലാസ് പൊതിയെടുത്ത് കുമാരൻകുട്ടി മേശപ്പുറത്തേക്ക് വെച്ചു. ജ്യോതിക വാതിലടച്ച് വന്നപ്പോഴേക്കും കൈയും മുഖവും കഴുകി കുമാരൻകുട്ടിയും എത്തി. കഴിച്ചിട്ട് നേരത്തെ കിടന്നേക്കാം, വെളുപ്പിന് പോകണം നമുക്ക്. കുമാരൻകുട്ടി ചോറ് പൊതിയുമായി കട്ടിലേക്ക് വെച്ച് അഴിച്ച് ഒരു പിടി ചോറ് വാരിയിട്ട് ജ്യോതികയെ നോക്കി. വാ തുറന്നേ. ഒന്ന് നാണിച്ച് ജ്യോതിക വായി തുറന്നു. പണ്ട് തൻ്റെ മുമ്പിൽ അച്ഛാ ഒരു ഉരുളയും കൂടെ എന്ന് പറഞ്ഞിരുന്ന ചെറിയ പെറ്റിക്കോട്ടുകാരിയാണ് മകളെന്ന് കുമാരൻകുട്ടിക്ക് വീണ്ടും തോന്നി. ഞാൻ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിച്ച് പിച്ച വെപ്പിച്ച എൻ്റെ കൊച്ചിന് അവൻ വിലയിടുന്നു. കുമാരൻകുട്ടിയുടെ മിഴിക്കോണിൽ കണ്ണീർ കത്തുന്നത് ജ്യോതിയെ കണ്ടു. അച്ഛൻ അത് വിട്, നമുക്ക് വേറെന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. ദൈവം? കുമാരൻകുട്ടി വേദനയോടെ ഒന്ന് ചിരിച്ചു. ദൈവത്തിന് പണക്കാരെ മതിയടി. അല്ല, അതിന് നമ്മൾ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തിന് എന്താടി കൊടുക്കുന്നത്? 5 or 10 രൂപ. കാശുള്ളവനോ മാർബിൾ കൊണ്ട് ആലയങ്ങൾ പണിത് കൊടുക്കും, സ്വർണം കൊണ്ട് ശ്രീകോവിലുകൾ പണിത് കൊടുക്കും. അപ്പം പിന്നെ ദൈവം ആരുടെ കൂടെ നിൽക്കണം? കുമാരൻകുട്ടി ഒന്ന് നിർത്തി. വലിയ ഒരു സഞ്ചരിക്കുന്ന വണ്ടിയുടെ ഒരു ചക്രത്തിൻ്റെ കാശ് മതി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ. ഒരു നായ്ക്കൂട് പണിയുന്ന കാശ് മതി നമുക്കൊരു കൊച്ചു വീട് പണിയാൻ. പക്ഷേ നമ്മളിങ്ങനെ നമ്മളായിട്ട് തന്നെ തീരും. കുമാരൻകുട്ടിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഇറ്റു. ഒരു വിതുമ്പലിൽ ജ്യോതികയുടെ ചുണ്ടുകളും വിറച്ചു. 2 തരത്തിലുള്ള ആളുകളെയുള്ളൂ ലോകത്ത്. കടം വാങ്ങിക്കാൻ നിൽക്കുന്നവരും കടം കൊടുക്കാൻ നിൽക്കുന്നവരും. ഒരുത്തൻ്റെ പെട്ടിയിൽ ദൈവം ദാരിദ്ര്യം നിറച്ചുകൊണ്ടേയിരിക്കും, മറ്റവൻ്റെ പെട്ടിയിൽ പൂത്ത കാശും. അല്ല, വടേ തമ്പുരാനെ ചിരിക്കാനും ഭൂമിയിൽ ആരെങ്കിലും വേണ്ടേ? കരച്ചിൽ കലർന്ന ഒരു ചിരി കുമാരൻകുട്ടിയുടെ മുഖത്തുണ്ടായി. ചിരിച്ച് ചിരിച്ച് കണ്ണിൽ വെള്ളം നിറഞ്ഞു. ശ്വാസം കിട്ടാത്ത അവസ്ഥ. അച്ഛാ, ജ്യോതിക ശാസിക്കും പോലെ വിളിച്ചു. പിന്നെ വെള്ളത്തിൻ്റെ കുപ്പിയെടുത്ത് നീട്ടി. വെള്ളം കുടിച്ച് കുമാരൻകുട്ടി എണീറ്റു. മതി. ഒരു ഉരുള കൂടി കഴിച്ചെന്ന് വരുത്തി ജ്യോതികയും എഴുന്നേറ്റു. കൈ കഴുകിയിട്ട് വന്ന ജ്യോതിക ഷുഗറിൻ്റെ ഗുളിക എടുത്ത് അച്ഛനെ നീട്ടി. എന്തിനാ? അയാളുടെ മുഖത്ത് ആത്മനിന്ദ നിറഞ്ഞ ഒരു ചിരിയുണ്ടായി. ഗുളിക വാങ്ങി അയാളൊന്ന് തിരിച്ചും മറിച്ചും നോക്കി. മുമ്പോട്ട് നോക്കുമ്പോൾ ആദിയുടെ ഒരു തീമലയാ നെഞ്ചിൽ. അത് വല്ലതും കുറയ്ക്കാൻ ഇതിന് കഴിയുമോ? എന്നാലും കഴിച്ചേക്കാം. ഉറക്കത്തിലെങ്ങാനും ഞാനങ്ങ് തീർന്നു പോയാൽ എൻ്റെ കൊച്ചുങ്ങൾക്കും ശാരദയ്ക്കും ആരാ? ഗുളിക വായിലേക്കിട്ട് കുമാരൻകുട്ടി വെള്ളം കുടിച്ചു. അടുത്ത നിമിഷം ഫോൺ ഇരുമ്പുന്ന ശബ്ദം കേട്ടു. അമ്മയാണെന്ന് കരുതിയാണ് അവൾ ഫോൺ എടുത്തത്. പക്ഷേ പരിചയമില്ലാത്ത നമ്പർ. അച്ഛാ. ജ്യോതിക ഫോൺ കുമാരൻകുട്ടിക്ക് നേരെ നീട്ടി. ആശങ്കയോടെയാണ് അയാൾ ഫോൺ കാതോട് ചേർത്തത്. ഹലോ. എടാ കുമാരൻ പട്ടി. മറുവശത്ത് നിന്ന് നടേശൻ്റെ ചീത്തവിളി കേട്ടു. മൂത്ത ചെറുക്കനെ നീ ഇവിടുന്ന് കടത്തി അല്ലേ? സാരമില്ല, ഇളയതാരെണ്ണം കൂടി ഇവിടെ ഉണ്ടല്ലോ. നാളെ വൈകുന്നേരം 5 മണി വരെ ഞാൻ നിനക്ക് സമയം വച്ചിട്ടുണ്ട്. മുതലും പലിശയും തിരിച്ചു തരാൻ. അത് ഒടുക്കത്തെ സമയമാ കേട്ടോ. കേട്ടോടാ പട്ടിയുടെ മോനെ. കാൽ കട്ടായി. അവ്യക്തമായിട്ടാണെങ്കിലും നടേശൻ പറഞ്ഞത് മുഴുവൻ ജ്യോതിക കേട്ടിരുന്നു. മകളുടെ മുഖത്തേക്ക് കുമാരൻകുട്ടി നോക്കിയില്ല. കിടക്കാം. ജ്യോതിക വേഗം ലൈറ്റ് അണച്ചു. അച്ഛൻ്റെ മുഖത്തെ സങ്കടം കാണാൻ അവൾക്കാവുമായിരുന്നില്ല. വെളുപ്പിന് ഉണരണം, അത്രയും കൂടി അച്ഛൻ പറയുന്നത് അവൾ കേട്ടു. ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി കുറേ നേരം ജ്യോതിക അങ്ങനെ കിടന്നു. ഇടയ്ക്കെപ്പോഴോ ഈ മകൾ താഴ്ന്നു വന്നടഞ്ഞു പോയി. വെളുപ്പിന് 5 മണിക്ക് മൊബൈലിലെ അലാറം കേട്ടാണ് ജ്യോതിക ഉണർന്നത്. അച്ഛാ. വിളിച്ചുകൊണ്ട് എണീറ്റ ജ്യോതിക അമ്പരന്ന് പോയി. മുറിയിൽ അച്ഛനില്ല. വാതിൽ ചാരിയിട്ടേയുള്ളൂ. അച്ഛൻ തന്നെ ഉണർത്താതെ താഴേക്ക് പോയതാണെന്ന് അവൾക്ക് തോന്നി. ബസ്സിൻ്റെ സമയം തിരക്കാനാവും. 10 മിനിറ്റ് കൊണ്ട് ജ്യോതിക കുളിച്ച് വേഷം മാറി. അപ്പോഴും കുമാരൻകുട്ടി തിരിച്ചു വന്നില്ല. ജ്യോതികയ്ക്ക് നേരത്തെ ഒരു ആദി തോന്നി. അടുത്ത നിമിഷം വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. അച്ഛാ. വിളിച്ചുകൊണ്ട് ചെന്ന് വാതിൽ തുറന്ന ജ്യോതിക അമ്പരന്ന് പോയി. മുമ്പിൽ 3 പോലീസുകാർ. കൊമ്പമീശക്കാരനായ കറുത്തു തടിച്ച ഒരു SIയും 2 വനിതാ പോലീസുകാരും. ചെറിയ കണ്ണുകളായിരുന്നു SIയുടേത്. ജ്യോതികയെ അയാൾ അടിമുടി നോക്കി. ഞാൻ വന്നത് ഇൻസ്പെക്ടർ മാമുകുട്ടി. നീ താനെ കേരളാവിൽ നിന്ന് വന്ന പൊണ്ണ്. ജ്യോതിക തലകുലുക്കി. ഭയം കൊണ്ട് നാവുയർത്താൻ സാധിച്ചില്ല. വാങ്ങോ, ഒരു ഇടം വരെ പോകണം. എൻ്റെ അച്ഛൻ വന്നിട്ട്. ജ്യോതിക വിക്കി. വാടി. വനിതാ പോലീസ് കോൺസ്റ്റബിൾ ജ്യോതികയുടെ കയ്യിൽ പിടിച്ച് ബലമായി മുമ്പോട്ട് വലിച്ചു. ലോഡ്ജിന് മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു. കാഴ്ചക്കാരായി കുറേ ആളുകളും. ഏറെ ജ്യോതികയെ ജീപ്പിലേക്ക് കയറ്റി. ജീപ്പ് നീങ്ങിയതും ജ്യോതിക വെപ്രാളത്തോടെ കരയാൻ തുടങ്ങി. ഏയ്. വനിതാ പോലീസുകാരിൽ ഒരാൾ ജ്യോതികയെ തുറച്ചു നോക്കി. സത്തം പോടകൂടാതെ. കഷ്ടിച്ച് 5 മിനിറ്റ് നേരത്തെ ഓട്ടം. ദൂരെ ഹൈവേയുടെ അരികിൽ ഒരു ആൾക്കൂട്ടം കണ്ടു. ഒരു പോലീസ് ജീപ്പ് കൂടി അവിടെ നിൽപ്പുണ്ട്. ജീപ്പ് നിന്നു. ജ്യോതികയെ ജീപ്പിൽ നിന്ന് പോലീസുകാർ ഇറക്കി. ഡേയ്, തള്ളിപ്പാർടാ. ആളുകളെ വകഞ്ഞു മാറ്റി മുമ്പോട്ട് ചെന്ന ജ്യോതികയുടെ കണ്ണിൽ ആദ്യം തറച്ചത് 2 കാൽപാദങ്ങളാണ്. റോഡരികിൽ ചെരിഞ്ഞു കിടക്കുന്ന ഒരാൾ. ഒരു കൈ ഒടിഞ്ഞു മടങ്ങി ശരീരത്തോട് ചേർന്നിരിക്കുന്നു. തലമുടിക്ക് അടിയിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര ടാർ റോഡിൽ പരന്നു കിടക്കുന്നു. ചിതറിയ ചോര റോഡിലെ കള്ളിമുൾച്ചെടികളിലും കാണാം. അയാളുടെ മുഖത്തേക്ക് ജ്യോതിക ഒന്ന് നോക്കി. അച്ഛൻ. അടുത്ത നിമിഷം ഇരുകൈയും തലയിലമർത്തി ജ്യോതിക ഒന്നലറി വിളിച്ചു. അച്ഛാ. കാറ്റടിച്ചു പറന്നു വരുന്നതുപോലെ ജ്യോതിക ഓടി വന്നു കുമാരൻകുട്ടിയുടെ അരികിലേക്ക് മുട്ടുകുത്തി വീണു. അച്ഛാ, അച്ഛാ. ജ്യോതിക അലറിക്കരഞ്ഞുകൊണ്ട് കുമാരൻകുട്ടിയെ കുലുക്കി വിളിച്ചു. കുമാരൻകുട്ടിയുടെ കയ്യിൽ 1000-ൻ്റെ 4-5 ചോരപുരണ്ട നോട്ടുകളുണ്ടായിരുന്നു. അച്ഛാ. ജ്യോതിക സർവ്വശക്തിയുമെടുത്ത് ഒന്നുകൂടി അലറി. അത് ശവം. കൂപ്പിട്ടാലേ മിണ്ടു കേൾക്കാതെ.
SI മാമുക്കുട്ടി പിന്നിൽ നിന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. പാൻസിൻ്റെ ഇരുമുട്ടിന് മീതെയും പിടിച്ച് അല്പം മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് SI ജ്യോതികയ്ക്ക് അഭിമുഖമായി കാൽ മടക്കിയിരുന്നു. പിന്നെ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി. മോഷണശ്രമത്തിനിടെ നാട്ടുകാരെ കണ്ടപ്പോൾ ഓടിയതാ. ഏതോ വണ്ടി തട്ടി. ജ്യോതിക ഞെട്ടിപ്പിടഞ്ഞ് അയാളെ നോക്കി. SI മുഖം അല്പം കൂടി ജ്യോതികയുടെ നേരെ അടുപ്പിച്ചു. അയാളുടെ ചെറിയ കണ്ണുകൾക്ക് കുറച്ചുകൂടി മൂർച്ച വന്നു. അപ്പം പറയാത്ത കാര്യങ്ങൾ ഇനി മോള് പറഞ്ഞാൽ മതി. എവിടെയെല്ലാം മോഷ്ടിക്കാനാണ് നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? ജ്യോതികയുടെ ഉടൽ ഒന്ന് വെട്ടിവിറച്ചു. തീക്ഷ്ണമായ ഒരു മഞ്ഞ വെളിച്ചം കണ്ണുകളിലൂടെ തൻ്റെ തലയ്ക്കകത്തേക്ക് ഇരച്ചു കയറുന്നത് അവൾ അറിഞ്ഞു. അച്ഛാ! ജ്യോതിക കരഞ്ഞെങ്കിലും ശബ്ദം പുറത്തേക്ക് വന്നില്ല. പിന്നിലേക്ക് മലച്ചുപോയ ജ്യോതികയെ SI മാമുക്കുട്ടി ഒരു കൈകൊണ്ട് താങ്ങി. ഏയ് രാജേശ്വരി! അയാൾ തിരിഞ്ഞ് വനിതാ പോലീസുകാരിൽ ഒരാളെ വിളിച്ചു. പിന്നെ ജ്യോതികയെ പിടിച്ചുകൊണ്ടുപോയി ജീപ്പിലിരുത്താൻ ആംഗ്യം കാട്ടി. വാടി! വനിതാ പോലീസ് ഓഫീസർ ജ്യോതികയുടെ കയ്യിൽ പിടിച്ച് ജീപ്പിന് നേരെ കൊണ്ടുപോയി. എൻ്റെ അച്ഛൻ ജ്യോതിക ദുർബലമായി ഏങ്ങിക്കൊണ്ടിരുന്നു. തറയിലൂടെ വലിച്ചൊഴിച്ചു കൊണ്ടുപോകും പോലെയാണ് ജ്യോതികയെ ജീപ്പിന് നേരെ കൊണ്ടുവന്നത്. പിൻഡോർ തുറന്നിട്ട് അവളെ ജീപ്പിലേക്ക് കയറ്റിയിരുത്തി. കുമാരൻകുട്ടിയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു പോലീസ്. പോലീസ് എന്ന ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിരിക്കുന്ന ട്രാൻസ്പെറൻറ്റ് മോർച്ചറി ബാഗ് അടുത്തിരിപ്പുണ്ട്. അച്ഛാ! ജ്യോതിക ഒന്നുകൂടി അലറിക്കരഞ്ഞു. എൻ്റെ ദൈവമേ, എനിക്കിത് കാണാൻ വയ്യ. ഇരു കൈത്തലങ്ങളിലേക്ക് മുഖം പൊത്തി ജ്യോതിക ഏങ്ങി. മോളെ! പെട്ടെന്നൊരു വിളി ജ്യോതിക കേട്ടു. അവളുടെ ഉടലിലൊരു തരംഗപ്രവാഹമുണ്ടായി. അച്ഛൻ വിളിച്ചതുപോലെ. ജ്യോതിക കണ്ണുകൾ തുറന്നു. പ്രായം ചെന്ന ഒരു പോലീസുകാരൻ മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. മോൾക്ക് വെള്ളം വല്ലതും വേണോ? അയാൾ ചോദിച്ചു. വേണ്ട എന്നവൾ തലവെട്ടിച്ചു. എൻ്റെ പേര് അയ്യപ്പദാസ്. ASI കുമളിക്കാരനാ. 10-20 വർഷമായിട്ട് ഇവിടെ തമിഴ്നാട് പോലീസിലാണ്. അയാളൊന്ന് നിർത്തി. പിന്നെ സഹതാപത്തോടെ ജ്യോതികയെ നോക്കി. എന്നതാ മോളെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നാട്ടിൽ എവിടെയാ നിങ്ങളുടെ വീട്? എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങൾ മോഷ്ടിക്കാൻ വന്നതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. എൻ്റെ പേര് ജ്യോതിക. എൻ്റെ അച്ഛനാണ് കുമാരൻകുട്ടി. വിങ്ങിയും വിതുമ്പിയും ഇടറിക്കരഞ്ഞും ജ്യോതിക എല്ലാം പറഞ്ഞു. കുട്ടനാട്ടിൽ നിന്ന് ജോലി തേടി കോവിൽ രാജയുടെ ബംഗ്ലാവിൽ വന്നതും ഇന്ന് രാവിലെ തിരിച്ചു പോകാൻ തീരുമാനിച്ചതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. ജ്യോതികയുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അയ്യപ്പദാസ്. വീട്ടിൽ അറിയിക്കണ്ടേ മോളെ വിവരം? ജ്യോതിക അതികഠിനമായി ഒന്ന് നടുങ്ങി. വീട്ടിൽ അറിയിക്കണ്ടേ എന്ന്? എന്താണ് തനിക്ക് അറിയിക്കാനുള്ളത്? കഷ്ടപ്പാടുകൾ തീർക്കാൻ പണവുമായി വരുമെന്ന് കരുതിയ അച്ഛൻ ജീവനില്ലാതെ വരുന്നുണ്ടെന്നോ? ഇവിടെ തമിഴ്നാട്ടിലെ റോഡരികിൽ ഒരു തെരുവ് നായെ പോലെ വണ്ടി കയറി മരിച്ചു കിടപ്പുണ്ടെന്നോ? അസുഖക്കാരിയായ അമ്മയും നീരജയും ഇതെങ്ങനെ സഹിക്കും? ജ്യോതിക ഉച്ചത്തിൽ ഒന്നേങ്ങി. ഞാൻ എങ്ങനെ അറിയിക്കും സാർ? എൻ്റെ അച്ഛൻ്റെ ജീവനില്ലാത്ത ശരീരവും കൊണ്ടാണ് ഞാൻ തിരിച്ചു ചെല്ലുന്നതെന്ന് എൻ്റെ അമ്മയോട് എങ്ങനെ പറയും സാർ ഞാൻ? ഒരു മഴ ആർത്തിരും പോലെയായിരുന്നു അവളുടെ കരച്ചിൽ. പറയാതെ പറ്റുമോ? ASI ആശ്വസിപ്പിക്കും മട്ടിൽ ജ്യോതികയെ നോക്കി. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്നുവെച്ച് അവരറിയേണ്ട കാര്യങ്ങൾ അവരറിയണ്ടേ? നാട്ടിൽ നിന്ന് ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ? ഞങ്ങൾക്ക് ബന്ധുക്കളൊന്നുമില്ല സാർ. അയ്യപ്പദാസ് 1-2 നിമിഷം ജ്യോതികയെ സഹതാപത്തോടെ നോക്കി നിന്നു. ഫോണുണ്ടോ മോളുടെ കയ്യിൽ? അയാൾ ജ്യോതികയുടെ കയ്യിലേക്ക് നോക്കിക്കൊണ്ടാണ് ചോദിച്ചത്. ഉണ്ടെങ്കിൽ താ, ഞാൻ വിളിച്ചു പറയാം. ആൾ പോയെന്ന് പറയത്തില്ല. എന്തെങ്കിലും അപകടം നടന്നെന്ന് പറയാം. അവർക്കൊന്ന് കരുതിയിരിക്കാമല്ലോ. എന്നിട്ട് ഇവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞാലുടൻ മേലാഫീസർമാർ സമ്മതിച്ചാൽ ഞാൻ തന്നെ മോളെ ഏതെങ്കിലും ആംബുലൻസിൽ കയറ്റി വിടാം. ആംബുലൻസ് എന്ന് കേട്ടതും ജ്യോതികയുടെ നെഞ്ചിനുള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കോവിൽ രാജയുടെ കൊട്ടാരത്തിന് മുന്നിൽ പ്രഭുവിൻ്റെ ആംബുലൻസിൽ വന്നിറങ്ങുന്ന രംഗമായിരുന്നു അവളുടെ മനസ്സിൽ. അന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകൾ. നമ്പർ വാങ്ങേണ്ടതായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാലോ? ജ്യോതിക ഒന്നുകൂടി വിങ്ങിപ്പൊട്ടി. അച്ഛൻ എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നോ? ഫോണില്ലേ മോളെ? അയ്യപ്പദാസ് ചോദ്യം ആവർത്തിച്ചു. ഫോൺ ജ്യോതിക ഒന്ന് പതറി. എവിടെയാണ് തങ്ങളുടെ മൊബൈൽ ഫോൺ? ലോഡ്ജ് മുറിയിലുണ്ടോ? അതോ അച്ഛൻ്റെ കയ്യിലായിരുന്നോ? മോളുടെ അച്ഛൻ്റെ അടുത്ത് നിന്നൊരു ഫോൺ കിട്ടിയിരുന്നു. വണ്ടി കയറി പൊടിഞ്ഞ നിലയിൽ. നോക്കിയയുടെ ഒരു പഴയ സെറ്റ്. അത് തങ്ങളുടെ ഫോണാണെന്ന് ജ്യോതികയ്ക്ക് മനസ്സിലായി. അതാ ഞങ്ങളുടെ ഫോൺ, അവൾ വിതുമ്പി. അയ്യോ! എന്ത് ചെയ്യണമെന്നറിയാതെ അയ്യപ്പദാസ് ഒരു നിമിഷം നിന്നു. പിന്നെ ജ്യോതികയെ നോക്കി. ശരി, മോള് വീട്ടിലെ നമ്പർ പറയും. എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. തേങ്ങിയും ഇടറിപ്പൊട്ടിയും ജ്യോതിക നമ്പർ പറഞ്ഞു കൊടുത്തു. നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കാതോട് ചേർത്തിട്ട് അയാൾ ജ്യോതികയെ നോക്കി. സ്വിച്ച് ഓഫ്ഡാണ് മോളെ. നടേശൻ്റെ ചീത്ത പേടിച്ച അമ്മ ഫോൺ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് ജ്യോതികയ്ക്ക് മനസ്സിലായി. കാശുമായി അച്ഛൻ വരുന്നത് കാത്ത് വഴിക്കണ്ണുമായി ഇരിക്കുകയാവും പാവം. അമ്മ ഓർക്കുന്നുണ്ടോ അച്ഛൻ ഇവിടെ എങ്ങനെ? നെഞ്ചിനുള്ളിൽ ഒരു കരച്ചിൽ ചിറകിട്ടടിക്കുന്നത് ജ്യോതിക അറിഞ്ഞു. എവിടെയെങ്കിലും തല തല്ലി ഒന്ന് അലറിക്കറിയണമെന്നുണ്ട്. പക്ഷേ മനസ്സും ശരീരവും ഒരു മരവിപ്പിലേക്ക് ആഴ്ന്നു പോവുകയാണ്. ഒരു പോലീസ് വാഹനത്തിൻ്റെ സൈറൻ കേട്ടു. പോലീസ് ബോർഡ് വച്ച ഒരു ഫോർച്യൂണർ വാൻ റോഡിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് പാഞ്ഞു വരുന്നത് ജ്യോതിക കണ്ടു. അയ്യപ്പദാസിൻ്റെ കണ്ണുകൾ ജാഗരൂകമായി. അസിസ്റ്റന്റ് കമ്മീഷണറാണ് വരുന്നത്. മലയാളിയാ. മീനാ ഭാസ്കർ സിരുമണി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യപ്പെറ്റില്ലാത്ത ഇനമ. മോൾ ഈ പറഞ്ഞ കോവിൽ രാജ മുതലാളിയുടെ വലം കൈ അവർ.
ജ്യോതികയുടെ നെഞ്ചിനുള്ളിലെ ആദിയിലെ തീ ഒന്നുകൂടി ആളി. ഫോർച്യൂൺ കണ്ടപാടെ SI മാമുക്കുട്ടി ഓടിപ്പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഫോർച്യൂണർ നിന്നതും അയാൾ ഓടി അടുത്തു ചെന്ന് അറ്റൻഷനായി. പിന്നെ നിവർന്നു നിന്ന ഒരു സല്യൂട്ട്. അതിസുന്ദരിയായ ഒരു യുവതിയുടെ മുഖം ഫോർച്യൂണറിൻ്റെ റിയർ വ്യൂ മീറ്ററിലൂടെ വന്നു. SP മീനാ ഭാസ്കർ ശിരുമണി. ഫോർച്യൂണറിൻ്റെ ഡോർ തുറന്ന് മീനാ ഭാസ്കർ പുറത്തേക്കിറങ്ങി. ഇൻ്റർനാഷണൽ ബ്രാൻഡായ ഓക്ലേ വുമണിൻ്റെ സൺഗ്ലാസ് വെച്ച് മീനാ ഭാസ്കർ കണ്ണുകൾ മറച്ചിരുന്നു. ഇടത് കൈത്തണ്ടയിൽ ഫോസിലിൻ്റെ വാച്ച്. പഴുത്ത ചാമ്പക്കയുടെ നിറമുള്ള തുടുത്ത ചുണ്ടുകളാണ്. കുറുകിയ പൊന്നിൻ്റെ പൊടി കലക്കിയതുപോലത്തെ നിറം. ചെറിയ വെള്ളക്കല്ല് വെച്ച മൂക്കുത്തിയും ചെറിയ കമ്മലുകളുമാണ്. തൂവെള്ള ഷർട്ടും കാക്കി പാൻസുമായിരുന്നു വേഷം. ഏയ് മാമുക്കുട്ടി, മീനാ ഭാസ്കർ പതിയെ തലംതിരിച്ചു. വാട്ട് അബൌട്ട് ദ പ്രൊസീഡിങ്സ്? ഇൻക്വസ്റ്റ് മുടിച്ചാച്ചു മാഡം. போஸ்ட்மார்ட்டத்துக்கு அந்த கவர்மெண்ட் ஆஸ்பத்திரியில் டாக்டர் வெயிட் பண்ணியிருக்கு மேடம். சரி, எல்லாமே சீக்கிரமாக முடிச்சிடு. அந்த பொண்ணെങ്കെ? அந்த ജീപ്പിക്കുള്ള മാഡം. SI മാമുക്കുട്ടി ജ്യോതികയിരുന്ന ജീപ്പിന് നേരെ തല തിരിച്ചു. ശരി. മീനാ ഭാസ്കർ ഒന്ന് തല കുലുക്കി. പിന്നെ ജീപ്പിന് നേരെ ചെന്നു. SI മാമുക്കുട്ടി പിന്നാലെ. അയ്യപ്പദാസ് മീനാ ഭാസ്കറിൻ്റെ മുമ്പിലേക്ക് ചെന്ന് സല്യൂട്ട് ചെയ്തു. ആരാ ബോഡി ആദ്യം കണ്ടത്? മീനാ ഭാസ്കർ തല തിരിച്ച് മാമുക്കുട്ടിയെ നോക്കി. ഇവകത്താൻ മാഡം. മാമുക്കുട്ടി അയ്യപ്പദാസിനെ നോക്കി. ജീപ്പിൽ ഇതുവഴി പോയപ്പോൾ മാഡം കണ്ടത്. ആദ്യം കരുതിയത് ആരോ മദ്യപിച്ച് കിടക്കുകയാണെന്നാ. പിന്നെ ചോര കണ്ടപ്പോഴാണ് മനസ്സിലായത് ആക്സിഡൻ്റ് ആണെന്നല്ലേ? മീനാ ഭാസ്കർ പൂരിപ്പിച്ചു. അത് മാഡം. സൺഗ്ലാസിന് പിന്നിൽ മീനാ ഭാസ്കറിൻ്റെ മിഴികളൊന്ന് വെട്ടി. പിടിച്ചു നിർത്തിയതുപോലെ അവർ നിന്നു. പിന്നെ തലചിരിച്ച് അയ്യപ്പദാസിൻ്റെ മുഖത്തേക്ക് നോക്കി. അഡീഷണൽ സബ് ഇൻസ്പെക്ടർക്ക് എന്നോടെന്തെങ്കിലും പറയാനുണ്ടോ? അത് മാഡം. അയ്യപ്പദാസ് ഒന്ന് നിർത്തി. ഞാൻ ആദ്യം കാണുമ്പോൾ മൃതശരീരത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പക്ഷേ സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്നപ്പോൾ 1000-ൻ്റെ 4-5 നോട്ടുകൾ കണ്ടു. ഒരു പ്ലാന്റ് കൊട്ടേഷൻ വല്ലതുമാണോ ഇതെന്ന്? ഷട്ടപ്പ്. മീനാ ഭാസ്കറിൻ്റെ മുഖം ചുവന്നു. വലിയ കാര്യങ്ങൾ ആലോചിക്കാനും കണ്ടുപിടിക്കാനും ഇവിടെ വലിയ സാർമാരുണ്ട്. ശവത്തിന് കാവൽ നിൽക്കാൻ വന്നവൻ ശവത്തിന് കാവൽ നിന്നാൽ മാത്രം മതി. യു ഗോട്ട് ഇറ്റ്? യെസ് മാഡം. അയ്യപ്പദാസ് തലകുലുക്കി. SI മാമുക്കുട്ടി പകയോടെയാണ് അയ്യപ്പദാസിനെ നോക്കിയത്. മീനാ ഭാസ്കർ പോലീസ് ജീപ്പിൻ്റെ പിന്നിലേക്ക് വന്നു. പിന്നെ മുഖത്തെ സൺഗ്ലാസ് മാറ്റിയിട്ട് ജ്യോതികയെ നോക്കി. എടി, മീനാ ഭാസ്കർ വിളിച്ചു. കണ്ണുനീർ ഇരുന്നു വീഴുന്ന മിഴികൾ തിരിച്ച് ജ്യോതിക പേടിയോർ അവരെ നോക്കി. എന്താടി നിൻ്റെ പേര്? ജ്യോതിക. വിതുമ്പൽ പോലെയായിരുന്നു അവളുടെ സ്വരം. ജ്യോതിക. മീനാ ഭാസ്കറിൻ്റെ ചുണ്ടുകൾ പുച്ഛത്തിലൊന്ന് കോടി. തന്ത കള്ളനും ഗതികേടുകാരനും ഒക്കെയാണെങ്കിലും മോൾക്ക് വലിയ സിനിമാ നടിയുടെ പേരൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത്. തീ പൊള്ളലേറ്റതുപോലെ ജ്യോതിക ഒന്ന് പുളഞ്ഞു. സഹതാപമായിരുന്നു ASI അയ്യപ്പദാസിൻ്റെ മുഖത്ത്. മോഷണത്തിന് വന്ന തന്ത നിന്നെ ഒപ്പം കൊണ്ടുവന്നത് എന്തിനാ? തന്ത മോഷ്ടിക്കുമ്പോൾ പാരലായി നിനക്ക് വ്യഭിചരിച്ച് കാശുണ്ടാക്കാനോ? ജ്യോതികയുടെ ഹൃദയത്തിന് മീതെ കൂടി ആഴത്തിലൊരു ബ്ലേഡ് ചീന്തി പോകുന്നത് പോലെയായിരുന്നു മീനാ ഭാസ്കറിൻ്റെ വാക്കുകൾ. മീനാ ഭാസ്കർ കൈനീട്ടി ജ്യോതികയുടെ ചുമലിനു മീതെ പിടിച്ചു. പിന്നെ കൈപ്പത്തി അവിടെയൊന്ന് അമർത്തി. മൊത്തം ദശയാണല്ലോടി. തന്ത അധ്വാനിച്ച് അന്ന ഊട്ടിയുണ്ടാക്കിയതാണോ? അതോ മോട്ടിച്ചു നീ തന്നെത്താൻ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? ഇങ്ങനെയൊന്നും പറയല്ലേ, ദൈവത്തെ ഓർത്ത് പറയല്ലേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കൈക്കൂപ്പി. എൻ്റെ അച്ഛൻ കള്ളനൊന്നുമല്ല, ഞങ്ങൾ മോശം ആളുകളുമല്ല. പിന്നെ? മീനാ ഭാസ്കർ ഇരുകൈയെടുത്ത് ഇടുപ്പിൽ കുത്തി. യു ആർ വെരി റെസ്പെക്റ്റഡ് പേഴ്സൺസ്. ഐ നോ. അടുത്ത നിമിഷം അവരുടെ പല്ലുകൾ ഞെരിഞ്ഞു. ഒരു സ്റ്റേറ്റിനെ മൊത്തം നാണക്കെടുത്താൻ ഇറങ്ങിയിരിക്കുന്ന അപ്പനും മോളും. നിന്നോട് സംസാരിക്കേണ്ടത് ഈ ഭാഷയിലല്ല. ഐ നോ ദി ഫോറിൻ ലാംഗ്വേജ് വെരി വെൽ, ബട്ട് ദി സിറ്റുവേഷൻ. മീനാ ഭാസ്കർ നിർത്തിക്കളഞ്ഞു. ഏയ് മാമുക്കുട്ടി. അവർ തിരിഞ്ഞ് SIയെ വിളിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എന്നെ വിളിക്ക്. എന്ത് വേണമെന്ന് അപ്പോൾ പറയാം. പിന്നെ പ്രസ് മീഡിയ സ്ട്രിക്ട്ലി സെൻസേർഡ്. മാറ്റർ സെൻസേഷണൽ ആവരുത്. ജ്യോതികയെ ഒന്നുകൂടി ചുഴിഞ്ഞു നോക്കിയിട്ട് മീനാ ഭാസ്കർ സൺഗ്ലാസ് എടുത്ത് മുഖത്ത് വെച്ചു. പിന്നെ തിരിഞ്ഞ് ഫോർച്യൂണറിന് നേരെ നടന്നു. ഒരു വെള്ള മിന്നൽ പോലെ ഫോർച്യൂണർ വാൻ പാഞ്ഞു പോകുന്നത് ASI അയ്യപ്പദാസ് കണ്ടു. അയാൾ വല്ലായ്മയോടെ ജ്യോതികയെ ഒന്ന് നോക്കി. പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. കുമാരൻകുട്ടിയുടെ മൃതദേഹം പോലീസ് മോർച്ചറി ബാഗിലേക്ക് മാറ്റിയിട്ട് ജീപ്പിലേക്ക് കയറ്റി. സാർ. ജ്യോതിക വിതുമ്പിക്കൊണ്ട് അയ്യപ്പദാസിനെ നോക്കി. ഞാൻ പോയി എൻ്റെ അച്ഛൻ്റെ അടുത്തിരുന്നോട്ടെ? വേണ്ട. അയാൾ വിഷമത്തിൽ ജ്യോതികയെ നോക്കി. ഈ അവസ്ഥയിൽ മോൾ അച്ഛൻ്റെ അടുത്തിരിക്കണ്ട. തന്നെയുമല്ല SI സാറൊന്നും അതിന് സമ്മതിക്കത്തുമില്ല. വനിതാ പോലീസുകാരും SI മാമുക്കുട്ടിയും വരുന്നുണ്ടായിരുന്നു. വനിതാ പോലീസുകാർ ജീപ്പിലേക്ക് കയറി. അയ്യപ്പദാസ് കയറാൻ തുടങ്ങിയതും മാമുക്കുട്ടി കൈനീട്ടി തടഞ്ഞു. മാഡം കൂപ്പിട്ടാച്ച്, ഉനക്ക് ഇനി ട്രാഫിക്കിലെത്താൻ വേല. അയ്യപ്പദാസ് അമ്പരന്ന് പോയി. സാർ, അതെന്താ പെട്ടെന്ന്? ചോദ്യം വേണ, അനുസരിച്ചാൽ പോതും. മാമുക്കുട്ടി ജീപ്പിലേക്ക് കയറി. അയ്യപ്പദാസ് ജ്യോതികയൊന്ന് നോക്കി. നിസ്സഹായമായ നോട്ടമായിരുന്നു അത്. ഒരു തരത്തിലും തന്നെ കൊണ്ട് ഇനി സഹായിക്കാൻ കഴിയില്ല എന്ന് അയാളുടെ കണ്ണുകൾ ജ്യോതികയോട് പറയുന്നുണ്ടായിരുന്നു. 2 ജീപ്പുകളും നീങ്ങി. മുമ്പിൽ പോയ ജീപ്പിലായിരുന്നു കുമാരൻകുട്ടിയുടെ മൃതദേഹം.
15 മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾ തിരുമംഗലം ഗവൺമെൻറ് ആശുപത്രിക്ക് മുന്നിലെത്തി. പുളിമരങ്ങൾക്ക് നടുവിൽ മാറി നിൽക്കുന്ന ഒരു കെട്ടിടമായിരുന്നു മോർച്ചറി. പോലീസ് ജീപ്പുകൾ അവിടെ നിന്നു. ജ്യോതിക പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും കുമാരൻകുട്ടിയുടെ ശരീരം അറ്റൻഡന്റുമാർ ചേർന്ന് മോർച്ചറിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോയിരുന്നു. മോർച്ചറിയിലെ വരാന്തയിലേക്ക് ഒരു തൂൺ ചാരി ജ്യോതികയായിരുന്നു. വനിതാ പോലീസുകാർ കുറച്ചു മാറി നിന്നതേയുള്ളൂ. ദുർബലമായ സ്വരത്തിൽ ജ്യോതിക ഏങ്ങുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞെട്ടിയിട്ട് എന്നോണം ഉടൽ വിറയ്ക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് ജ്യോതികയ്ക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മയെ വിവരമറിയിക്കണ്ടേ? അച്ഛൻ്റെ ശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ? തന്നെ നാട്ടിലേക്ക് വിടുമോ? അതോ സംശയത്തിൻ്റെ പേരിൽ ഇവിടെ തടഞ്ഞു വയ്ക്കുമോ? ചോദ്യങ്ങൾ ഓരോന്നായി നീറുന്ന മുറിവുകളായി ജ്യോതികയുടെ മനസ്സിന് മീതെ വീണുകൊണ്ടിരുന്നു. പെട്ടെന്ന് ആശുപത്രി ഗേറ്റിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ ഹോൺ കേട്ടു. ഒന്നിലധികം വാഹനങ്ങളുടെ ഇരമ്പൽ. മുമ്പിൽ വന്നത് കടുന്നീല നിറമുള്ള ഒരു പോർഷെ കാറായിരുന്നു. അതിനു പിന്നാലെ 4 ഇന്നോവ കാറുകൾ. കടവുളേ രാജയ്യ! SI മാമുക്കുട്ടി തൊപ്പി തലയിൽ ഉറപ്പിച്ചുകൊണ്ട് പോർഷെ കാറിന് നേരെ ഓടിച്ചെന്നു. പോർഷയും പിന്നാലെ വന്ന വാഹനങ്ങളിൽ നിന്നു. ഇന്നോവയിൽ നിന്ന് യാസിർ ധൃതിയിൽ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതിനു മുമ്പേ മാമുക്കുട്ടി ചെന്ന് പോർഷയുടെ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. വണക്കം ഇൻസ്പെക്ടർ സാർ! ചിരിച്ചുകൊണ്ട് കോവിൽ രാജ പുറത്തേക്കിറങ്ങി. എപ്പടി ഇരിക്കേ? പൊണ്ടാട്ടിക്കും പുള്ളങ്കളക്കും സൗഖ്യമാ? അയ്യാ നീങ്ക ഇറളാലേ റൊമ്പ സൗഖ്യമാ ഇർക്കയ്യാ. മാമുക്കുട്ടി ഭവ്യത കൊണ്ട് ഒന്നുകൂടി വളഞ്ഞു. എങ്കടാ എൻ ചെല്ലം! കോവിൽ രാജയുടെ കണ്ണുകളൊന്നു പരതി ചുറ്റി. മോർച്ചറിയുടെ വരാന്തയിൽ ജ്യോതിക ഇരിക്കുന്നത് അയാൾ കണ്ടു. കരിഞ്ഞ് തിണർത്തിരിക്കുമ്പോഴും ജ്യോതികയ്ക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന് കോവിൽ രാജ ഓർത്തു. ഏയ് യാസേർ! തല തിരിക്കാതെയാണ് കോവിൽ രാജ വിളിച്ചത്. എങ്കടാ അത്? ചോദിച്ചു തീരും മുമ്പ് ഒരു ഫ്ലാസ്കും ഒരു വെള്ളിക്കപ്പുമായി കോവിൽ രാജയുടെ അടുത്ത് യാസിർ എത്തി. കോവിൽ രാജ കൈനീട്ടി ഫ്ലാസ്കും കപ്പും വാങ്ങി. പിന്നെ പതിയെ ജ്യോതികയുടെ നേരെ നടന്നു. യാസിർ മാത്രം പിന്നാലെ ചെന്നു. കാറുകളിൽ നിന്നിറങ്ങിയ ഗുണ്ടാ സൈന്യം അവിടെ തന്നെ നിന്നതേയുള്ളൂ. തൻ്റെ നേരെ നടന്നു വരുന്ന കോവിൽ രാജയുടെ മീതെയായിരുന്നു ജ്യോതികയുടെ കണ്ണുകൾ. കണ്ണുനീർ മിഴികൾക്കുള്ളിൽ ഒരു തീക്കനൽ തുണ്ട് ജ്വലിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അസത്തി! കോവിൽ രാജ പ്രേമപൂർവ്വം വിളിച്ചുകൊണ്ട് ജ്യോതികയ്ക്ക് അഭിമുഖമായിരുന്നു. പിന്നെ ശ്രദ്ധയോടെ ഫ്ലാസ്ക് തുറന്ന് അതിൽ നിന്ന് കുറച്ച് ചൂടുപാൽ വെള്ളിക്കപ്പിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ജ്യോതികയ്ക്ക് നീട്ടി. ഹോർലിക്സ് സാപ്പിട്! അഴുതഴുത് നീ റൊമ്പ കളിച്ചു പോയിട്ടെ. മിഴികൾ ഉയർത്തി ജ്യോതിക എരിയും മട്ടിൽ കോവിൽ രാജയൊന്ന് നോക്കി. കോവിൽ രാജ അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ചെല്ലം! കോവിൽ രാജ ഈണത്തിൽ വിളിച്ചു. കുമാരൻകുട്ടി ഒരു കേനയൻ മണ്ട്. ஆனால் നീ റൊമ്പ പഠിച്ച പെണ്ണ്. ബുദ്ധിസാലി. ഞാൻ സൊല്റ് ഉനക്ക് പുരിയും. കോവിൽ രാജ ഒന്ന് നിർത്തി. നീ എന്നെ കല്യാണം കട്ടിക്കാൻ ഒത്തുക്ക്. ഓൻ അമ്മയെയും തങ്കച്ചിയെയും ഇങ്ങ് കൊണ്ടുവരാം. ഉങ്ങൾക്ക് നല്ല സൗഖ്യമായി വാഴാം. ജ്യോതികയുടെ ശ്വാസഗതിക്ക് വേഗമേറി. മോർച്ചറിക്കകത്ത് തൻ്റെ അച്ഛനെ കീറി മുറിക്കുകയാണ്. അച്ഛൻ്റെ ശവത്തിന് മുകളിൽ ചവിട്ടി നിന്നാണ് കോവിൽ രാജ തൻ്റെ മാനത്തിന് വില പറയുന്നത്. പ്ലീസ്! ജ്യോതിക കരഞ്ഞുകൊണ്ട് കൈക്കൂപ്പി. അകത്ത് കീറി മുറിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ശരീരമല്ല, എൻ്റെ ജീവനാ. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോ. അടടാ എന്നെ ചൊല്ല ഇത്! കോവിൽ രാജ പരിഭവിച്ചു. ചത്തുപോയവയെക്കുറിച്ച് എഴുതിയിട്ട് പ്രയോജനമില്ലേ? അപ്പാവെ ഓർത്ത് നീ കവലപ്പെട വേണ്ട. അവൻ തിരുടൻ. ആനാലും അവനക്ക് ഞാൻ ഒരു കോവിൽ കെട്ടിപ്പൊക്കറേൻ. കോവിൽ രാജ പറഞ്ഞു തീർന്നില്ല. അച്ഛാ! ജ്യോതിക സർവ്വശക്തിയും എടുത്ത് ഒന്നലറിയിട്ട് കോവിൽ രാജയുടെ കയ്യിലിരുന്ന കപ്പിനൊരു തട്ടുകൊടുത്തു. പാൽ നിറച്ച കപ്പ് തെറിച്ച് മുറ്റത്തേക്ക് വീണു. കണ്ടു നിന്നവരെല്ലാം പകച്ചുപോയി. കോവിൽ രാജയുടെ മുഖത്തൊരു ചിരിയുണ്ടായി. എന്നെ കോപമാ? സല്ലുട ചെല്ലം! എന്നെ കണവന ഏറ്റുക്ക് ഉനക്ക് സമ്മതമാ? ജ്യോതിക കോവിൽ രാജയുടെ മുഖത്തേക്കൊന്ന് തറച്ചു നോക്കി. പിന്നെ ആഞ്ഞൊന്ന് തുപ്പി. യാസിർ മാമുക്കുട്ടിയും ഗുണ്ടാ സൈന്യവും കിടുങ്ങിപ്പോയി. കോപം കൊണ്ട് ജ്യോതികയുടെ കവിളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കോവിൽ രാജ പതിയെ മിഴികൾ തിരിച്ചൊന്ന് നോക്കി. ആശുപത്രിയിൽ വന്നവർ, പോലീസുകാർ, തൻ്റെ പടയാളികൾ എല്ലാവരും കണ്ടു. മധുരയും തിരുമംഗലവും അടക്കി വാഴുന്ന കോവിൽ രാജയുടെ മുഖത്ത് ഒരു ചെറിയ പെൺകുട്ടി തുപ്പിയത്. ഗുണ്ടകളുടെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഷാളുമായി യാസിർ ഓടി വരുന്നുണ്ടായിരുന്നു. കോവിൽ രാജ ഷാൾ വാങ്ങിയില്ല. പകരം ജ്യോതികയെ നോക്കി ചിരിച്ചുകൊണ്ട് തൻ്റെ കൈത്തലം കൊണ്ട് മുഖത്തെ തുപ്പൽ തുടച്ചു. ഉഞ്ഞുടെ എച്ചിൽ എനിക്ക് വന്ന് അമുതുമാതിരി തങ്കം! പറഞ്ഞുകൊണ്ട് കോവിൽ രാജ എണീറ്റു. പിന്നെ ധൃതിയിൽ തിരിച്ചു ചെന്നു പോർഷയിൽ കയറി. പോർഷക്കാർ വട്ടം തിരിഞ്ഞ് മുമ്പിൽ പോയി. പിന്നാലെ ഇന്നോവകളും. 15 മിനിറ്റ് നേരത്തെ ഓട്ടം. ഇടിമിന്നൽ പോലെയാണ് വാഹനവ്യൂഹം വന്ന് കോവിൽ രാജയുടെ കൊട്ടാരമുറ്റത്തേക്ക് കയറിയത്. കാറിൽ നിന്ന് ഇറങ്ങിയത് കോവിൽ രാജ നേരെ ഹാളിലേക്ക് വന്നു. പിന്നെ സിംഹാസനം പോലത്തെ കസേരയിൽ ഇരിപ്പുറപ്പിച്ചു. ഫോണിൽ സംസാരിച്ചുകൊണ്ട് യാസിർ വരുന്നുണ്ടായിരുന്നു. ഫോൺ വച്ചിട്ട് അവൻ കോവിൽ രാജയെ നോക്കി. അയ്യാ, പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. കോവിൽ രാജ ഒന്ന് അമർത്തി മൂളി. യാസിർ തിരിഞ്ഞ് പുറത്തേക്ക് വന്നു. 10 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഗേറ്റിൽ നിന്ന് ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു. ഗേറ്റ് കടന്നു വന്നത് ഒരു ആംബുലൻസ് ആയിരുന്നു. അതിന് പിന്നാലെ വേറൊരു ആംബുലൻസ്. അതിന് പിന്നാലെ മറ്റൊന്ന്. ഒന്നിനു പുറകെ ഒന്നായി 22 ആംബുലൻസുകാർ കോവിൽ രാജയുടെ മുറ്റത്തേക്ക് കയറി നിന്നു. 2 മിനിറ്റ്. ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറുമായി യാസിർ കോവിൽ രാജയുടെ മുമ്പിലേക്ക് വന്നിട്ട് കവർ കോവിൽ രാജയുടെ കാൽക്കിലേക്ക് കുടഞ്ഞു.
ഒരു കിലുക്കത്തോടെ 22 താക്കോലുകൾ കോവിൽ രാജയുടെ കാൽക്കിലേക്ക് വീണു. ആംബുലൻസുകളുടെ സ്വിച്ച് കീയായിരുന്നു അത്. മൊത്തം 26 ആംബുലൻസുകൾ. ഇത് 22 ചാവി. 4 വണ്ടികൾ മധുരയ്ക്ക് പുറത്ത് ഓട്ടത്തിലാണ്. തിരിച്ചെത്തിയാൽ ഉടൻ അവരും ഇവിടെ വരും. കോവിൽ രാജ മൂളി. ഇനി എന്തായേ വേണ്ടത്? യാസിർ ചോദിച്ചു. ഞാൻ സൊൽറേ. കോവിൽ രാജ വലത്ത് കൈത്തല ഉയർത്തി പോയിക്കോളൂ എന്നർത്ഥത്തിൽ വിരലുകൾ ചലിപ്പിച്ചു. യാസിർ പതിയെ തിരിഞ്ഞു. യാസിർ. യാസിർ ഒരു ചൂട് വെച്ചതും പിന്നിൽ നിന്ന് കോവിൽ രാജ വിളിച്ചു. അയ്യാ. അവൻ തിരിച്ചു ചെന്നു. ഗൗരവമേറിയ എന്തോ ഒന്ന് കോവിൽരാജയ്ക്ക് തന്നോട് പറയാണ്ടെന്ന് അയാളുടെ ജാഗരൂകമായ മിഴികൾ കണ്ടപ്പോൾ യാസിറിന് മനസ്സിലായി. അവൻ അടുത്തു ചെന്ന് കോവിൽരാജയ്ക്ക് നേരെ തല താഴ്ത്തി. പുറത്ത് ആംബുലൻസുകൾക്ക് മുമ്പിൽ ഇനി എന്തെന്നറിയാതെ നിൽക്കുകയായിരുന്നു ഡ്രൈവർമാർ. യാസിർ പുറത്തേക്ക് വന്ന് അവരെ നോക്കി. നിങ്ങളിൽ മലയാളികൾ ആരൊക്കെയുണ്ട്? 7 പേർ കൈകൾ ഉയർത്തി. കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരാളെ യാസിർ കൈക്കാട്ടി വിളിച്ചു. അയാളൊന്ന് പകച്ചിട്ട് മുമ്പോട്ട് വന്നു. എന്താ തൻ്റെ പേര്? യാസിർ ചോദിച്ചു. രാജേന്ദ്രൻ. തന്നെ മെല്ലിച്ച അയാളുടെ തല പാതിയിലേറെ നരച്ചിരുന്നു. ഞരമ്പ് തുടിച്ചു നിൽക്കുന്ന കൈത്തണ്ടകൾ. രാജേന്ദ്രൻ കോവിൽ രാജ അയ്യാവുക്ക് വേണ്ടി ഒരു ജോലി ചെയ്യണം. വെറുതെ വേണ്ട, കാശ് തരും. എന്നതാ സാറേ? യാസിർ പറഞ്ഞ കാര്യം കേട്ട് അയാൾ ഭയന്നു പോയി. കുഴപ്പമാവുമോ സാറേ? എനിക്ക് പേടിയാ. പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. നാളെ നിന്റെ ആംബുലൻസിൻ്റെ അകത്ത് നീ കിടക്കും. യാസിറിൻ്റെ കണ്ണുകൾ കൂർത്തു. ഡ്രൈവർ ഭയന്നു പോയി. വന്ന് നിന്റെ വണ്ടിയുടെ ചാവി നോക്കിയെടുത്തു പോ. കൃത്യം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യാസിർ പറഞ്ഞയച്ച രാജേന്ദ്രൻ്റെ ആംബുലൻസ് ആശുപത്രി മുറ്റത്ത് മോർച്ചറിക്ക് തൊട്ടു മുമ്പിലായി വന്നു നിന്നു. കാത്തു നിന്നതുപോലെ 2 അറ്റൻഡർമാർ ഓടി വന്നു. വനിതാ പോലീസുകാരിൽ ഒരാൾ ജ്യോതികയുടെ അടുത്തേക്ക് വന്നു. എണീക്കടി, നിന്റെ തന്തയെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു. ജ്യോതിക ഞെട്ടിപ്പിടഞ്ഞ് എണീറ്റു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കുമാരൻകുട്ടിയുടെ ശരീരം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അച്ഛാ, ജ്യോതിക വിതുമ്പി. ആംബുലൻസിലേക്ക് കുമാരൻകുട്ടിയുടെ ശരീരം വെച്ചു. കയറിക്കോടി, പോലീസുകാരി ജ്യോതികയോട് പറഞ്ഞു. ഷാ കൊണ്ട് മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ജ്യോതികയും ആംബുലൻസിലേക്ക് കയറി. പിൻഡോർ ചേർത്തടച്ച് ലോക്ക് ചെയ്തിട്ട് രാജേന്ദ്രൻ വന്ന് സ്റ്റിയറിംഗ് വീലിന് പിന്നിലേക്കിരുന്നു. അടുത്ത നിമിഷം ഫോൺ ബെല്ലടിച്ചു. മറുവശത്ത് യാസിറായിരുന്നു. യാസിറ, നീ പോന്നോടാ അവിടുന്ന്? വരുവാ. എല്ലാം പറഞ്ഞതുപോലെ യാസിർ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ആംബുലൻസ് ആശുപത്രി മുറ്റത്ത് നിന്ന് റോഡിലേക്ക് ഇറങ്ങി. കഥ തുടരും.